വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻ പ്ലസ് ടുവിൻ്റെ മിനി മാരത്തൺ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതമായി. വെൽക്കം യു ഓൾ ടു ദിസ് ഗ്രാൻഡ് സെഷൻ. ഓക്കെ, സോ എവിടെ എല്ലാവരും ഉണ്ടായിരുന്ന കമൻറ്റ് സെക്ഷനിലൊക്കെ ആക്റ്റീവായി വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എവിടെ വേഗം വരൂ, മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരിക, അടിപൊളിയാക്കി മാറ്റുക. ആൻഡ് ആദ്യം തന്നെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. കാരണം ഇതുപോലുള്ള നോട്ട്സും അതേപോലെ ബാക്കി സബ്ജക്ട്സിൻ്റെയും നോട്ട്സ് ഫുൾ അവൈലബിൾ ആയിരിക്കുന്നത് അവിടെ ആയിരിക്കും. സോ മേക്ക് മാക്സിമം അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് എവിടെ എല്ലാവരും വേഗം വരൂ. ഓക്കെ, സോ ഹൗ ഇസ് യുവർ എക്സാം? അതൊന്ന് വേഗം പറഞ്ഞേ. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണോ വന്നത്? പ്രിപ്പയർ ചെയ്തതുപോലെ ആണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൗ ഇസ് യുവർ എക്സാം? എല്ലാം ഒന്ന് വേഗം അറിയിച്ചേ. ഓക്കെ, സോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ടെൻഷൻ ഉണ്ടോ? എക്സാം കഴിഞ്ഞിട്ട്, മോഡൽ എക്സാം കഴിഞ്ഞു, പബ്ലിക് എക്സാമിലേക്ക് ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇംഗ്ലീഷിൻ്റേതായ കുറച്ച് ടൈം വേണം. പക്ഷേ ബാക്കി മെയിൻ സബ്ജക്ട്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ക്ലാസ് കിട്ടുന്നില്ല, ടൈം കിട്ടുന്നില്ല. അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടോ? എവിടെ? ഇംഗ്ലീഷ് 52. എവിടെയൊക്കെയാണ് തെറ്റിപ്പോയത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. ലൈവിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. പ്ലസ് 1 സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, പ്ലസ് 2 സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, ഞാൻ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളത്. ആൻഡ് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ആ ക്വസ്റ്റ്യൻ വായിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ വായിക്കാതെ പോയതിൻ്റെ ഒരു ചെറിയൊരു ചിലവർക്ക് അങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിവേ, ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, ചാപ്റ്റർ വൈസ് സമ്മറിയുടെ ഒക്കെ സമയം കഴിഞ്ഞു. ഇനിയുള്ളത് ടു ദ പോയിന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, മാക്സിമം സ്കോർ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വാങ്ങണം എന്നുള്ള രീതിയിൽ വേണം. സോ ഫുൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് ഒരു നിർബന്ധവുമില്ല. ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇഷ്ടം പോലെ വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്? ജനറൽ ടൈപ്പിൽ വിമൻ എംപവർമെൻറ്റും ഡ്രഗ് അബ്യൂസും ഒക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. മിസ്സേ, ഞാൻ എസ് എഴുതിയില്ല, പിന്നെ 4 മാർക്കിൻ്റെ ടൈം തികഞ്ഞില്ല മിസ്. എസ് എഴുതിയില്ലെങ്കിൽ പിന്നെ എന്താടാ? എസ് അല്ലേ നമ്മുടെ മെയിൻ സാധനം. പിന്നെ 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പറ്റിപ്പോകുന്നത്? എപ്പോഴും പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്, നമ്മുടെ മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം ഓരോ ക്വസ്റ്റ്യനും എത്ര ആൻസർ, ക്വാണ്ടിറ്റി, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത്. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമുക്ക് 2 മാർക്സിന് എഴുതാം, 4 മാർക്സ് എഴുതാം, 6 മാർക്സ് എഴുതാം, 8 മാർക്സ് എഴുതാം. ഒരു പേജ് ആക്കാം, 2 to 3 ലൈൻസിൽ നിർത്താനായിട്ട് പറ്റും 2 മാർക്സിൻ്റെ ആണെങ്കിൽ. അതേപോലെ തന്നെ ഹാഫ് പേജ് എഴുതാം, ഇങ്ങനെയൊക്കെ അല്ലേ. സോ മാർക്സ് അനുസരിച്ച് എഴുതാനായിട്ട് പഠിക്കണം. മിക്കപ്പോഴും 4 മാർക്സ് ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടെന്ന് കരുതി വലിച്ചു നീട്ടും. അത് ചെന്ന് അവസാനം റിസൾട്ട് ചെയ്യുന്നത് എവിടെയാണ്? എസ് എ പോലുള്ള ക്വസ്റ്റ്യൻസ് വിടേണ്ടി വരും. ടൈം എനിക്ക് ഒരിക്കലും തികയാറില്ല. അതിന് ഒരു കാര്യം, ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എസ് എ ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി പ്രാക്ടീസും കൂടെ ചെയ്യുന്നത് കുറച്ച് എക്സ്ട്രാ അടിപൊളി ആയിരിക്കും. നിങ്ങൾക്കൊരു റൈറ്റിംഗ് കോൺഫിഡൻസും കിട്ടും. ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു റൈറ്റിംഗ് ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്കെല്ലാം സെറ്റാക്കാം, ഡോണ്ട് വറി. ഇനി അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. മാക്സിമം ജോയിൻ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ആസ് ഐ ടോൾഡ് യു, ഇനിയുള്ളത് ഫുൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെങ്ങനെ ആൻസർ എഴുതണം തുടങ്ങിയ രീതിയിലായിരിക്കും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഹിയർ നോക്കിക്കേ, ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്യാണ്. വരുന്നവർ കയറിക്കോളൂ കേട്ടോ. പറഞ്ഞാൽ മതി, ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. മെസ്സേജ് കമൻറ്റ് സെക്ഷനും ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ഇസ് ദാറ്റ് we are called to assist the earth to heal her wounds and in the process heal our own in need to embrace the world of creation in all its diversity, beauty and wonder. Prepare a blog entry based on your understanding of Vankri Mathai's speech. ഇത് വാങ്ക്രി മത്തായി സ്പീച്ചിൻ്റെയാണ്. വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്നുള്ളതാണെന്ന് മനസ്സിലായിരുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ടെക്സ്റ്റ് വായിച്ച് ടെക്സ്റ്റുമായിട്ട് കുറച്ചൊരു അടുപ്പം വേണം അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് എക്സാമിന് മുന്നേ ഹലോ ഉണ്ണിക്കുട്ടനാണ് ആദ്യം ക്ലാസ്സിലേക്ക് വന്നിരുന്നത്. ഉണ്ണിക്കുട്ടൻ കുറച്ച് ദേഷ്യമായിപ്പോയി, ലേറ്റ് ആയിപ്പോയതുകൊണ്ട് അല്ലേ, കുറച്ചൊരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശരിയാക്കാനായിട്ടാണ് കേട്ടോ മോനെ സമയം എടുത്തത്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ദെൻ മനസ്സിലായിരുന്നു. യെസ് മീര, എന്താണെടാ ക്വസ്റ്റ്യൻ ആണോ? അപ്പോൾ ഇവിടെ
വാങ്കറി മത്തായുടെ സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്നുള്ളതാണ് വാങ്കറി മത്തായുടെ സ്പീച്ച്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്താണ്, ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം വലുതായിട്ടൊന്നുമില്ല. യുവർ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്, ഈ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ. പ്രിപ്പയർ എ ബ്ലോഗ് എൻട്രി ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാങ്കറി മത്തായ് സ്പീച്ച്. ഇത്രയും വലിയൊരു സെൻറ്റൻസ് തന്നു എന്ന് കരുതിയിട്ട് അത് പേടിച്ച് പോകേണ്ട, അത് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ യുവർ ഡ്യൂട്ടി ഈസ് ടു ക്രിയേറ്റ് എ ബ്ലോഗ് ഓൺ വേർഡ് അല്ലേ, അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാങ്കറി മത്തായ് സ്പീച്ച്. വാങ്കറി മത്തായുടെ സ്പീച്ചിൽ എന്താണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, കീ പോയിന്റ്സ് ടു റിമെമ്പർ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിലേറ്റഡ് ടു ദിസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ അങ്ങനെ കണക്ട് ചെയ്തിട്ട് എഴുതണം കേട്ടോ. മിസ് പക്ഷേ യെസ്, ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണെന്ന് മനസ്സിലായിരുന്നു മിസ്, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് കയ്യിലില്ലാത്തത് കൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. മീരയോട് മാത്രമല്ല എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നതാണ്, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ, ഇംഗ്ലീഷ് എന്തോ കിട്ടാത്ത സംഭവമാണ്, എനിക്ക് വേർഡ്സ് കിട്ടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോഴേ അവിടെ വേർഡ്സ് കിട്ടില്ല. ആദ്യം നിങ്ങൾ കൂളാകുക, പിന്നീട് മലയാളത്തിൽ വിചാരിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ് ഇല്ലേ, സേ നോ ടു ദാറ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ മോളെ. മാം കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ല, ട്രൈ ചെയ്തു. ആണോ, ഞാൻ ഉടനെ തന്നെ അറിയിക്കാം കേട്ടോ. നമ്മുടെ ഫുൾ ടീമിനോടാണ് പറയുന്നത്, ടെക്നിക്കൽ സൈഡിനോട് ഞാൻ പറയാണ് കമ്മ്യൂണിറ്റി ജോയിനിൽ ലിങ്കിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം ഇഷ്യൂ. നമ്മുടെ കുട്ടികൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ് മീര, അപ്പോൾ എന്താ ഞാൻ ഒരു ട്രിക്ക് പോലെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ വാങ്കറി മത്തായുടെ സ്പീച്ച് എടുത്തു. സോ യു ജസ്റ്റ് ട്രൈ ടു പോയിന്റ് ഔട്ട് ദ പോയിന്റ്സ്, ലൈക്ക് വിച്ച് ഓൾ പോയിന്റ്സ് യു നോ അബൌട്ട് ദ സ്പീച്ച് എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെയെന്ന് വിചാരിച്ചേ. എർത്ത് ഉണ്ട്, നേച്ചർ ഉണ്ട്, അങ്ങനത്തെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് മലയാളത്തിലല്ലാതെ. സോ ദ മെയിൻ പോയിന്റ് ഓഫ് ദിസ് വാങ്കറി മത്തായ് സ്പീച്ചസ് ഹൗ ടു കൺസേർവ് നേച്ചർ അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ബീങ്. ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പോയിന്റ്സ് ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരിക. ഉടനെ ചെന്നൊരു എക്സാമിന് പെട്ടെന്ന് എഴുതാനായിട്ട് നോക്കിയാൽ കിട്ടില്ല. ഈ ഒരു ക്ലാസ്സൊക്കെ അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഡിസ്കസ് ചെയ്തോളൂ. ഇവിടെ ചാറ്റ് എഴുതുന്നതിന് പകരം ചാറ്റിലേക്ക് പോയിന്റ്സ് ഇട്ട് നോക്കിക്കോളൂ ഇംഗ്ലീഷിൽ. അങ്ങനെയാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഹായ് മിസ്സേ, ഹലോടാ. മാം വിമൻ എംപവർമെൻറ്റ് എസ്സേയിൽ എത്ര പേജ് എഴുതിയാൽ മാർക്ക് കിട്ടും മാം? മിസ് സൗണ്ട് കമ്മിയാണോ? നോക്കട്ടെ. ഞാൻ ഇവിടെ നോക്കിയപ്പം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, സൗണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ സൗണ്ടിൻ്റെ ഇതാണെങ്കിൽ. ആൻഡ് വിസ്മയ മാം വിമൻ എംപവർമെൻറ്റ് എസ്സേയിൽ നമുക്ക് എസ്സേയുടെ കാര്യം വരുമ്പോഴത്തേക്ക് എസ്സേ നമുക്ക് വേണമെങ്കിൽ 3 മാർക്സിനും എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 2 മാർക്സിന് എഴുതി 2.5 മാർക്സിന് എഴുതിയിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ദ ആൻസർ ഷീറ്റ് ബേസ് ചെയ്തിട്ടിരിക്കും. ലൈക്ക് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, യൂസേജ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ കറക്റ്റ് യൂസേജ് ഓഫ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു, ആ രീതിയിലുള്ളതൊക്കെ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സൗണ്ട് ഓക്കെ ആണെന്ന് മീര പറയുന്നു, സൗണ്ട് ഇല്ലാന്ന് വേറൊരാൾ പറയുന്നുണ്ട്. ലൈവ് മോർണിംഗ് വെക്കുമോ മാം? ഇപ്പോൾ ക്ലാസ് ഒന്നുമില്ല, ഈസി ആവും. ലൈവ് മോർണിംഗ് സെഷനിൽ ബൂസ്റ്ററിൻ്റെ അന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. 6:30 PM ആണ് കേട്ടോ തൽക്കാലം ലൈവ് വെച്ചിരിക്കുന്നത്. സൗണ്ട് കുറവാണല്ലേ? ഓക്കെ, വെയിറ്റ്, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ. സൗണ്ട് കുറവാണെന്ന് പറയുന്നു, ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മിസ്സിനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷനും ഉടനെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മോർണിംഗ് സെക്ഷൻ ക്ലാസ് ബെറ്റർ ആയിരിക്കും, ഐ നോ ദാറ്റ്. പക്ഷേ എന്താണ്, കുറച്ച് നമുക്ക് നോക്കാം, സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും എക്സാമിൻ്റെ അന്നത്തെ ദിവസം ബൂസ്റ്റർ ക്ലാസ് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. തലേ ദിവസം ഒരു വലിയ മാരത്തോൺ ഉണ്ടാവും, അതിൻ്റെ ഒരു ലോഞ്ചും ഒക്കെ ആയിട്ട് ഫുൾ ടീം വരുന്നുണ്ട്. വലിയ ഒരു സൂപ്പർ ഹിറ്റ് മാരത്തോണിന് ശേഷം എക്സാമിൻ്റെ അന്ന് ഓരോ സബ്ജക്റ്റിനും ബൂസ്റ്റർ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. സോ ഇവിടെ എർത്തിൻ്റെ നമ്മുടെ കമ്മിങ് ബാക്ക് ടു ആ പോർഷൻ, ഇവിടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്ലോഗാണ്. ബ്ലോഗിൻ്റെ ഫോമാറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണ് എഴുതേണ്ടത്, ലൈക്ക് ടൈറ്റിൽ, ഡേറ്റും നെയിമും ഒക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു ബ്ലോഗ് എഴുതേണ്ടതെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, കണക്ടിങ് ദ ചാപ്റ്റർ ഓഫ് വെൻ എ പ്ലാന്റ് ഇസ് ബീങ് പ്ലാന്റഡ്, വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് ബൈ വാങ്കറി മത്തായ്, നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാമെന്നൊന്ന് നോക്കിയാലോ. നോക്കിക്കേ, വാങ്കറി മത്തായ്'s quote emphasizes our role as careful
caretakers of the earth and the interconnectedness of healing the planet and ourselves. So the relationship between human beings and Mother Nature and the importance of taking care of our own Mother Nature. In today's fast-paced world, it's crucial to pause and appreciate the beauty and diversity of nature. നമുക്ക് ഇന്നത്തെ ഈ ഇത്രയും വലിയ തിരക്കേറിയ ഒരു സമയത്ത് ആ ഒരു അപ്രിസിയേഷൻ ഓഫ് ദിസ് നേച്ചർ നടക്കുന്നുണ്ടോ? രാവിലെ എണീറ്റിട്ട് ഈ എക്സാമിൻ്റെ ഇടയ്ക്ക് എത്ര മനോഹരമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലേ? ദാറ്റ്സ് വൈ ബിക്കോസ് ഓഫ് ദിസ് എന്താണ് in this din and bustle of this city life and in this modern hectic world, it's not easy for us to appreciate the beauty of nature. Reconnecting with the natural world provides solace and rejuvenation for our souls while contributing to the earth's healing. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പം എന്താണ് നമ്മുടെ നല്ലതിനും റെജുവിനേഷൻ നമ്മുടെ ഇതിനും എർത്തിൻ്റെ ഇതിനും അത് ഏറ്റവും നല്ലതാണ്. Embracing the diversity of creation from insects to tree is essential for creating a sustainable future. Protecting and celebrating biodiversity ensures a bright future for ourselves and future generation. ഇവിടെ എന്താണ് പോയിന്റ്സ് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ വാങ്ക്രി മത്തായുടെ സ്പീച്ചിൻ്റെ പോയിന്റ്സ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആൻസർ കൊടുത്തേക്കുന്നത് കുറച്ച് ജനറൽ ടച്ചും കൂടെ കൊടുത്തിട്ടാണ്. ഹൗ ടു ഈ ഒരു എന്താണ് നമ്മുടെ നേച്ചർ ആ ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ജനറൽ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ പിന്നെ എക്സ്ട്രാ ഓർത്തിരിക്കേണ്ടതാണ്, വിമൻ എംപവർമെൻറ്റും ഡ്രഗ് അബ്യൂസും ഒക്കെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഒരു വലിയ കൊട്ടേഷൻ തരുമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്കപ്പോഴും ജനറൽ ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും മിസ് പറഞ്ഞത് വിമൻ എംപവർമെൻറ്റും ഡ്രഗ് അബ്യൂസും ജനറലായിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കാരണം കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ റിലേറ്റഡ് ടു ദാറ്റ് ചാപ്റ്റർ ആയിട്ടും അല്ലാതെ ഒരു ജനറൽ ബേസിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ദെൻ എന്താണ് മാം കമ്മ്യൂണിറ്റി ജോയിൻ ആവാൻ പറ്റുന്നില്ല മാം, എന്താ ചെയ്യുക? എന്തായാലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതായിരിക്കും കേട്ടോ വിസ്മയ. മിസ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, അതിൽ നിന്ന് 8 മാർക്സ് എന്ന ക്വസ്റ്റ്യൻ പറയോ? നിന്ന് മാർക്ക് എന്താ ക്വസ്റ്റ്യൻ? ഉണ്ണിക്കുട്ട ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇന്ന ക്വസ്റ്റ്യൻ വരും ഇത്ര മാർക്കിന് വരും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓരോ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ഇയേഴ്സ് ഓഫ് എംപവർമെൻറ്റും മാഷ് ബോക്സും എനി വുമണും എടുക്കുകയാണെങ്കിൽ നമുക്ക് വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പറഞ്ഞു 2 മാർക്സിനും ചോദിക്കാം, ഇംഗ്ലീഷാണ് ലാംഗ്വേജ് ആണ് 2 മാർക്സ് 4 മാർക്സ് 6 മാർക്സ് 8 മാർക്സ് എന്നുള്ള ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എത്രത്തോളം എഴുതണം എന്ന് തീരുമാനിക്കാനായിട്ട്. വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്, ഓക്കെ ഡ്രഗ് അബ്യൂസ് എടുക്കുകയാണെങ്കിൽ ബ്ലോഗ് ചോദിക്കാം അല്ലേ? ഒരു സെമിനാർ നിങ്ങൾ ഡ്രഗ് യൂസുമായിട്ട് വെച്ചിട്ട് അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു, സോ ഈ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് ചോദിക്കാം. അതേപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഒരു അവയർനെസ് കണ്ടക്ട് ചെയ്തു, അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്തു, അതിനെ ബേസ് ചെയ്തൊരു ന്യൂസ് പേപ്പർ report something related to drug abuse, അത് പറ്റും. ഒന്നും വേണ്ട ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഡൂസ് ഓർ ഡോൺസ് ഓർ ആർഗ്യുമെന്റ്സ് എഴുതാൻ അല്ലെങ്കിൽ സജഷൻസ് ഒപ്പീനിയൻസ് കൊടുക്കാൻ ആ രീതിയിലും ചോദിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ക്വസ്റ്റ്യനെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല, പലതിനെയും കണക്ട് ചെയ്തിട്ട് ആയിരിക്കും ചോദിക്കുക. മാർക്ക് നോക്കിയിട്ട് ആൻസർ എഴുതാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക. മാം സൗണ്ട് ഇല്ല, ഗ്രാമർ മാത്രമായിട്ടൊരു വീഡിയോ വേണം മാം. ചെയ്യാം, ഗ്രാമർ സെക്ഷനിൽ മാത്രമായിട്ടും ചെയ്യാം. സൗണ്ട് കുറവാണോ? ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കട്ടെ. പക്ഷെ ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കാണുന്നുണ്ട്, ഞാൻ പറയുന്നതാണ് ഇവിടെ കേൾക്കുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ, ഓക്കെ ആണോ എന്നുള്ളത്. സൗണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ആണോ അതോ എല്ലാവർക്കും സൗണ്ട് ഇതുപോലെയാണോ? എന്തായാലും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിസ്മയ ഗ്രാമറിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് എടുക്കാം. മെയിൻലി എന്തൊക്കെയാണ് ചോദിക്കുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കും. റിപ്പോർട്ടഡ് സ്പീച്ചിന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് റൂൾസ് എങ്ങനെയാണ്? സൗണ്ട് അത്രയ്ക്കില്ല. ഓക്കെ, എന്തായാലും ഇപ്പം എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി പറയാം. എന്തായാലും മെസ്സേജ് എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൗണ്ട് കുറച്ച് കുറവാണെന്ന് കമൻസിൽ കാണുന്നുണ്ട്. ഓക്കെ, അറിയിച്ചിട്ടുണ്ട് കേട്ടോ, ടെക്നിക്കൽ ടീമിനെ അറിയിച്ചിട്ടുണ്ട്. നോക്കാം. യെസ് കാണുന്നുണ്ട്. പിന്നെ എന്താണ്, സൗണ്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കുട്ടികൾ കമൻറ്റ് സെക്ഷനിൽ. യെസ്,
ഗ്രാമറിൽ റിപ്പോർട്ടഡ് സ്പീച്ച് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നല്ലോ, ഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് റിപ്പോർട്ടഡ് ഫോമാറ്റിലേക്ക് ആക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ തന്നിരിക്കുന്നത് 3 റൂൾസ് ആണ് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ലൈക്ക് ബാക്ക് ഷിഫ്റ്റ് ദ ടെൻസ്, ചേഞ്ച് ദി പ്രപ്പോസിഷൻ, അതേപോലെ തന്നെ ആഡ് എ റിപ്പോർട്ടിംഗ് വേർബ് ക്ലോസ്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇനിയും ക്ലിയർ ചെയ്യാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ആൻസർ എന്താണ്? കുറേ പോയിന്റ്സ് ലൈക്ക് വിമൻ എംപവർമെൻറ്റ്, അതേപോലെ ഡ്രഗ് അബ്യൂസ് ആൻഡ് ഓൾസോ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, അതേപോലെ ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ളതിൻ്റെ കുറച്ച് പോയിന്റ്സ് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാനായിട്ടും പറ്റും. അല്ലാതെ ഒരു എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാനും പറ്റും. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. While reading about Irfan Alam's Samman rickshaws, you are reminded of this sheet taxi introduced in Kerala. Write an email to Irfan Alam informing him about this project for the social and economic empowerment of women. ഇവിടെ നോക്കിക്കേ എന്തൊക്കെയാണ് വന്നത് അല്ലേ, എങ്ങനെയാണ് കണക്ഷൻ വന്നത്? ഇർഫാൻ ആലത്തിൻ്റെ 3-wheel revolution, ഇന്റർവ്യൂ വിത്ത് 3-wheel revolution ആണ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ അല്ലേ വന്നിട്ടുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ വന്നത് ഇമെയിൽ എഴുതാനാണ്, അതും ഏത് ടോപ്പിക്കിനെ വെച്ചിട്ട്? വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട്. സോ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും എഴുതാൻ മാത്രം റെഡി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അതൊന്ന് നോക്കിക്കോണം. ലൈക്ക് 3-wheel revolution എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇമെയിലാണ് ചോദിച്ചിരിക്കുന്നത്, എന്നാൽ ഇമെയിലിനെ കുറിച്ച് ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചാണോ ടോപ്പിക്ക്? അല്ല, വിമൻ എംപവർമെൻറ്റിനെ കുറിച്ച്. സോ ഈ ടൈപ്പ് ഇംഗ്ലീഷ് ആണ്, ലാംഗ്വേജ് ആണ്, ഏത് രീതിയിൽ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. സോ മേക്ക് ഷുവർ ദാറ്റ് യു നോ ഓൾ പോയിന്റ്സ്. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്യുക. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. ഷീ ടാക്സി നിങ്ങൾക്ക് അറിയാലോ, ഷീ ടാക്സി ടെക്നോളജി ആണ്, ഇനേബിൾ സേഫ്റ്റി ക്യാബ് സർവീസ് ആണ്, ഓപ്പറേറ്റഡ് by women because that's why it's named as street taxi, and it works 24/7. It's available to carry women commuters and first of its kind in India. Street taxi like ആ ഒരു women safety ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ women empowermentന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടായതാണ്. So it's one of its kind in India അല്ലേ. Then with emergency response system ആണ്, control room with operating systems, ensures the safety of women travelers, empowers the women, makes them financially independent, etc. എന്നുള്ളത് ഇത് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ തന്നെ തന്നിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ഇൻ കേസ് നിങ്ങൾക്ക് സ്ട്രീറ്റ് ടാക്സിയെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല, വേണ്ടുന്ന പോയിന്റ്സ് ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. സോ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ഇനി എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അത്രയും തറവാണെന്ന് വിചാരിക്കുന്നു. ടു CC സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിസ്പ് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ടോപ്പിക് എന്നുള്ളത് മനസ്സിലാകണം. ആൻഡ് @gmail.com എന്നുള്ളത് അഡ്രസ്സിൽ എഴുതാനായിട്ട് മറക്കരുത്. So format okay ആണെന്ന് വിചാരിക്കുന്നു. And if a question is asked like this, what all points you can include എന്നുള്ളത് നോക്കിക്കേ. Subject, learning from street taxi for Samman rickshaws. Samman rickshaws-ന് സ്ട്രീറ്റ് ടാക്സിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാം അല്ലേ. ക്രിസ്പ് ആണ്, ഷോർട്ട് ആണ്, ടു ദ പോയിന്റ് ആണ്. Dear Mr. Irfan Alam, I wanted to tell you about an inspiring project called Sheet Taxi from Kerala, India, which I think could give us some good ideas for our Samman rickshaw initiative. Sheet Taxi is a taxi service run by women for women. It's open 24/7 and has systems in place to respond quickly to emergencies. This project not only makes sure women have a safe way to get around, but also help women drivers become financially independent. I think we can make our Samman rickshaws even better by including similar safety features and programs to empower women. Let's chat more about how we can work together to make this happen and create a better future. Looking forward to hearing from you. So ഒരു ഒഫീഷ്യൽ രീതിയിൽ ഭയങ്കര ഫോർമൽ ആയിട്ടാണ് ഒരു ലെറ്റർ അയക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ ഇമെയിൽ ആണ്, ഒരു ലെറ്റർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും എന്താണ് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ക്ലിയർ ആക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐ വോണ്ടഡ് ടു ടെൽ യു സംതിങ് അബൌട്ട് ആൻ ഇൻസ്പയറിംഗ് പ്രോജക്ട് കോൾ ഷീറ്റ് ടാക്സി വിച്ച് ഇസ് എന്താണ് only available in Kerala എന്നുള്ളത്. And it is then you have to discuss അല്ലെങ്കിൽ describe about this particular project here. Sheet taxi എന്ന് പറയുന്നത് is a taxi service run by women for women. ആരാണ് ഇത് റൺ ചെയ്യുന്നത്? women ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? for women ആണ്. run by women for women. Okay, yes. This project not only makes sure women have a safe way to get around but also help women drivers
become financially independent. So ഇത് സേഫ് ആയിട്ട് സ്ത്രീകളെ എത്തിക്കും എന്നത് മാത്രമല്ല, കൂട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി കൂടി സഹായിക്കും. സോ ഐ തിങ്ക് സമ്മർ റിക്ഷോ പോലുള്ള ഒരു പ്രോജക്റ്റിന്, ആ ഒരു സ്റ്റാർട്ടപ്പിന് ഇതുപോലുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൂടെ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവ് ടൈം, ഫീൽ ഫ്രീ ടു എന്താണ് ടു ടോക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. താങ്കളിൽ നിന്ന് ഇതിൻ്റെ ബാക്കി കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ലുക്കിംഗ് ഫോർ എ പോസിറ്റീവ് റെസ്പോൺസ് ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്, അഷ്മൽ സോനു സൗണ്ട് ഇല്ല എന്ന് കുറേ കംപ്ലയിൻസ് കേൾക്കുന്നുണ്ടല്ലോ. ലെറ്റ് മീ ചെക്ക്. യെസ്, ഇപ്പോൾ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. യെസ്. അപ്പം എന്താണ് പറയുന്നത്, വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ എന്തിനാണ് സെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കുക എന്നുള്ള ഫസ്റ്റ് കാര്യത്തിൽ തന്നെ പറയുക. ആൻഡ് ടോപ്പിക് എന്താണുള്ളതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് പോർഷൻ ആകുമ്പോഴത്തേക്ക്. ആൻഡ് തേർഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാം ഓക്കെ ആയെന്ന് തോന്നുന്നു. ഒരുപാട് കുട്ടികൾ കമൻസ് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ടീമിൻ്റെ അടുത്ത് മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെയും പറയുന്നു സൗണ്ട് ഇല്ല എന്ന്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ ആണോ? ഒന്നും കൂടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഇതും കൂടെ ഒന്ന് നോക്കാം. ഇപ്പം ഓക്കെ ആണോ? ഒന്ന് അറിയിച്ചേ. ഓക്കെ ആണോ സൗണ്ട്? നോക്കിക്കേ, ഇവിടെ ഓക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഓക്കെ ആണ് ഉണ്ണിക്കുട്ടൻ. ഓക്കെ സൗണ്ട് ഓക്കെ ആണ് മിസ്. ഫർഹാൻ ഓൾസോ സെഡ് ഓക്കെ. താങ്ക് യു ഡിയർ ടീം. യെസ്, കണ്ടോ, നിങ്ങളുടെ എന്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പം തന്നെ അറിയിക്കാം. നമുക്ക് മാക്സിമം ഇപ്പം എല്ലാം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ലൈവ് ഉഷാറാക്കാം അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, മിസ് ഒരു 6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പറയാമോ? ഏതിനെ ബേസ് ചെയ്തിട്ട്? ഏത് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്നത് പോലെയല്ലേ, അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് നമുക്ക് പ്രിപ്പയർ ആയിട്ടിരിക്കാം. സോ ഹൗ ടു റൈറ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലാതെ ഈ ടോപ്പിക്കിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് വി ക്യാൻ പ്രാക്ടീസ്. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ചോദിക്കാൻ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഓക്കെ ആണല്ലോ അഷ്മൽ? ഓക്കെ, സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് എല്ലാവരും പറഞ്ഞു. ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അല്ല, കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഓക്കെ. സോ ഇമെയിൽ ആണെങ്കിലും അതേപോലെ തന്നെ ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ വൈ ആർ യു റൈറ്റിംഗ് ദിസ് ലെറ്റർ, ദെൻ ആ ഒരു ലെറ്ററിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സെക്കൻഡ് പാരഗ്രാഫിലും, തേർഡ് പാരഗ്രാഫിൽ താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം ടു ലിസൺ ടു മൈ വറീസ്, അല്ലെങ്കിൽ ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ പോസിറ്റീവ് റിപ്ലൈ ഫ്രം യുവർ സൈഡ് എന്നൊക്കെ പറഞ്ഞ് വളരെ കൈൻഡായിട്ട് എൻഡ് ചെയ്യുക. അതേസമയം ഒരു ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു കാഷ്വൽ ആയിട്ടുള്ള, എത്ര നാളായി കണ്ടിട്ട്, ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്, അല്ലെങ്കിൽ ഹൗ ഡു യു ഡു, ഐ തിങ്ക് ഇറ്റ്സ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇൻഫോർമൽ ആണെങ്കിലും ഫോർമൽ ആണെങ്കിലും ആ ഒരു രീതി, ലാംഗ്വേജ് യൂസേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, യെസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, some tortures are physical, some are mental, but the one that is both is dental. Why does the poet find it hard to keep calm while sitting before a dentist? This is going to hurt just a little bit. എന്താണ് ഏറ്റവും രസകരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയ അല്ലായിരുന്നോ അതെന്ന് പറയുന്നത്? വാട്ട് ഡു യു തിങ്ക് അല്ലേ? ഒഗ്ഡൻ നാഷിൻ്റെ പോയാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഭയങ്കര ഫണ്ണി ആയിട്ട് പറഞ്ഞിരുന്ന ഒരു പോയ ആയിരുന്നു. ഓക്കെ, യെസ്. അപ്പം ചില ടോർച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്, ചില ടോർച്ചേഴ്സ് എന്ന് പറയുന്നത് മെൻ്റലാണ്. പക്ഷേ ഫിസിക്കലും മെൻ്റലും എല്ലാം കൂടി ഇമോഷണലി വരെ നമ്മളെ തകർക്കുന്ന ഒരു ടോർച്ചറാണ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സോ why does the poet find it is hard to keep calm while sitting before a dentist? ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. സോ ഇത് നിങ്ങളുടേതായ വ്യൂ പോയിന്റിൽ വേണം എഴുതാൻ. ആ ഒരു പോയത്തിൻ്റെ സമ്മറി പഠിച്ചു എന്ന് വെച്ച് ഇതിന് ക്രിയേറ്റീവായിട്ട് ഒരു ആൻസർ എഴുതാൻ പറ്റണം എന്നില്ല. അതപ്പോൾ നിങ്ങളുടേതായ വ്യൂ പോയിന്റിൽ. ഇവിടെ ആരായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്? മീരയായിരുന്നോ പറഞ്ഞത്? ലൈക്ക് മീര, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, മോൾ ഇപ്പം തന്നെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇംഗ്ലീഷിൽ തന്നെ, മലയാളത്തിൽ ആലോചിച്ചിട്ട് ഇംഗ്ലീഷിൽ
ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ തന്നെ. വൈ ദ പോയറ്റ് ഫീൽസ് ഇറ്റ്സ് ഹാർഡ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഡെന്റിസ്റ്റ് ഇൻ എ വെരി കൂൾ മാനർ അല്ലെങ്കിൽ ഇൻ എ വെരി കാം സിറ്റുവേഷൻ എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് ആലോചിച്ചേ. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ അറ്റൻഡ് ചെയ്യാൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ക്യാൻ ബി ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി അൺകംഫർട്ടബിൾ. Why is it so? Unlike some other forms of torture, dental procedures involve both physical and mental discomfort. So നമ്മൾ ആ ഒരു പോയം പഠിച്ചതൊക്കെ ഓർക്കണം. ഫിസിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ആ ഒരു ഡോക്ടറിൻ്റെ തമ്പ് വെച്ചിട്ട് പിന്നെ ആ ക്രോബാർ ടൂൾ യൂസ് ചെയ്തിട്ട് വായും തുറന്നിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചെസ്റ്റ് വരെ എത്തുമോ എന്നൊക്കെയുള്ള ആ ഒരു ഡോക്ടർ ആ ഒരു പേഷ്യൻറ്റിൻ്റെ പേടി, ഇതൊക്കെ മനസ്സിലേക്ക് അപ്പോൾ ഓർത്തെടുത്തോണം. ഓക്കെ, ഓരോ സിംഗിൾ സെൻറ്റൻസ് ഓഫ് ദി എന്താണ് സിംഗിൾ ലൈനും നിങ്ങൾ ഓർത്തോണം. അതേപോലെ ഇമോഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ലീസ്റ്റ് ഡിഗ്നിറ്റിയിൽ ഇരിക്കുകയാണ്, എനിക്ക് ഒരു റോളും ഇല്ല, ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് വായും തുറത്ത് ഇങ്ങനെ മുകളിലോട്ടൊന്നും കൂടെ നോക്കി കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഡിഗ്നിറ്റി തീരെ ഇല്ലാത്ത സമയമാണെന്ന് പോയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, പേടിയാണ്, ടെൻഷനാണ്. ലൈക്ക് ഹി ഈസ് യൂസിങ് എ മിറർ ആൻഡ് വിത്ത് യൂസിങ് ദിസ് ക്രൂബാർ ഹി ഈസ് അഡ്ജസ്റ്റിംഗ് ഓർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ആ ടൂത്ത്. സോ ഇദ്ദേഹത്തിന് ഇത് മാറിപ്പോവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. പിന്നെ എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി നോക്കുകയാണെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രാച്ച് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് ലൈൻസ് വരെ ചിലപ്പോൾ മാറിപ്പോകാം എന്നുള്ള ആ ഒരു പേടി, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നോ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പം? അങ്ങനെ വരണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ വേണം നിങ്ങൾ ഓരോ ആൻസേഴ്സും, അല്ലെങ്കിൽ എത്രയൊക്കെ ആണെങ്കിലും എന്താണ് ജനറലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ യുണീക്ക് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, ശ്രമിക്കണം കേട്ടോ. ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പറയുമോ? സോ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യമാണ് ഇൻഫോർമൽ ക്വസ്റ്റ്യൻസ് നോ. മേക്ക് ഇറ്റ് സോ ഫോർമൽ ആൻഡ് പ്രൊഫഷണൽ. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കൗണ്ട് തികയ്ക്കാനായിട്ട് നോക്കരുത്. ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സജഷനാണ്. ബട്ട് സ്റ്റിൽ എന്താണ് പറയുന്നത്, ഏതാണോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇർഫാൻ ആലത്തിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബി എ റോൾ മോഡൽ ഓർ ഹെൽപ്പിംഗ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് റിക്ഷോ പുള്ളേഴ്സിന് വേണ്ടിയിട്ട് വാട്ട് മോട്ടിവേറ്റഡ് യു എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അതേപോലെ വാട്ട് ആർ ദ സ്ട്രഗിൾസ് യു ഫേസ്ഡ് വൈൽ എൻട്രിങ്, അല്ലെങ്കിൽ എന്താണ് വൈൽ എൻട്രിങ് ഇൻ ടു ദ ഫീൽഡ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് നമുക്ക് ചോദിക്കാം. എന്തൊക്കെ സ്ട്രഗിൾസ് ചെയ്തു. ആൻഡ് ഡ്യൂറിങ് യുവർ ജേർണി വിത്ത് ഓട്ടോറിക്ഷ pullers, is there any personal experience that struck you so hard എന്ന് ചോദിക്കാം. ഇതുപോലെ ഒരു ജേർണിയിൽ താങ്കളെ പേഴ്സണലി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണൽ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്വാളിറ്റി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഉണ്ണിക്കുട്ടൻ്റെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു രീതിയിൽ ഫോർമൽ ആക്കണം. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വെറുതെ സമയവും എനർജിയും കളയരുത്. പകരം ആൻസർ വേണം. ആൻസർ വേണമെങ്കിൽ എന്താണ്, വാട്ട് മോട്ടിവേറ്റഡ് യു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റും. വൈൽ ഐ വാസ് ട്രാവലിംഗ് വെൻ ഐ വാസ് 17 I was traveling on a auto rickshaw and I felt thirsty, so I asked for some water and from that I understood that he or she അല്ലേ ആ ഓട്ടോ റിക്ഷ പുള്ളർ എന്ന് പറയുന്നത് is not able to afford the money of a bottle of water, so that struck me. അതൊക്കെ എന്താണ് ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആണ്. ഇസ് ദർ എനി പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ എഴുതാനായിട്ട് പറ്റും. ലൈക്ക് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ, ഇല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വൈൽ ഗിവിംഗ് എഡ്യൂക്കേഷൻ ടു ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ആൻ ഓട്ടോ റിക്ഷ പുള്ളർ, എ ഗേൾ വാസ് സ്റ്റാൻഡിങ് ദെയർ, ഷീ വാസ് സോ എക്സൈറ്റഡ് ടു ലേൺ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റോറി എഴുതാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, സോ അതൊക്കെ ക്രിയേറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം മാത്രമേ ഓർക്കേണ്ടതായിട്ടുള്ളൂ, ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആരാണ്, ഹൂ ഇസ് ദ ഗസ്റ്റ്, ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഏത് ഫീൽഡാണെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തതുണ്ടോ, അല്ലെങ്കിൽ വാട്ട് മോട്ടിവേറ്റഡ് യു, അങ്ങനത്തെ വാട്ട് ആർ ദ സ്ട്രഗിൾസ് ദാറ്റ് യു ഫേസ് വൈൽ എൻകൗണ്ടറിങ് എന്നുള്ള രീതിയിൽ സ്ട്രഗിൾസ് ചോദിക്കാം. ഈ ടൈപ്പ്. ഓക്കെ, കൂടുതലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരിക്കും പറയുക. അല്ലെങ്കിൽ ആൻസർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്, ആൻസർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. ഒരു ബന്ധമില്ലാത്ത ആൻസർ വേറെ ഒന്നാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കരുത്. ഓക്കെ, അങ്ങനെ വേണം. സൗണ്ട് പിന്നെയും വളരെ കുറവാണെന്നാണോ? എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ.
ഓക്കെ ആണെന്ന് പറഞ്ഞതായിരുന്നു എല്ലാവരും. ഓക്കെ, യെസ്. യെസ്, നമ്മുടെ ഇവിടെ പറഞ്ഞ മറ്റേ അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എ പോയം, ഫണി പോയം ബൈ ഒഗ്ഡൻ നാഷ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഫിസിക്കലിയും മെന്റലിയും നമ്മളെ തളർത്തുന്ന ഒരു അവസ്ഥയാണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ പോയിന്റ്സ്? ഫിസിക്കൽ ഡിസ്കംഫർട്ട് arises from sensation of tools and treatment in the mouth which can be painful or uncomfortable. ക്രോബാർ യൂസ് ചെയ്യുന്നത്, മിറർ യൂസ് ചെയ്യുന്നത്, തമ്പ് വെച്ചിട്ട് സ്ട്രോങ് ആക്കിയിട്ട് അങ്ങനെ ആക്കുന്നതൊക്കെ ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആണ് അല്ലേ? അതേപോലെ തന്നെ ദ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ഡിസ്കംഫർട്ട് ആൻഡ് മെന്റൽ സ്ട്രെസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പോയറ്റ് ടു റിമെയിൻ കാം ഡ്യൂറിംഗ് ഡെന്റൽ ഡിസപ്പോയിൻമെന്റ്സ്. സോ അദ്ദേഹത്തിന് ഇതുപോലുള്ള ടൂൾസ് മാറിപ്പോകുമോ എന്നുള്ള ഒരു പേടി, ലീസ് ഡിഗ്നിറ്റിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാരണം ആ ഒരു കുറച്ച് ഓക്വേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലേ, വായും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ളത്. ആൻഡ് തേർഡ്, ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് കുറച്ച് കോൺഷ്യസ് ആകുന്നുണ്ട്. ദെൻ പെയിൻ ഉണ്ട്, ഫിസിക്കൽ ഡിസ്കംഫർട്ട് ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് ടെൻഷൻ ആകുന്നുണ്ട്. ഇത് ഫിസിക്കലും മെന്റലും ഇമോഷണൽ ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഹി തിങ്സ് ദാറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റേ കാം ഇൻ ഫ്രണ്ട് ഓഫ് എ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഹാവ് ടു അറ്റൻഡ് ദിസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ. After reading Melting Wall and in the wake of newspaper reports about millions of refugees who are denied entry into the developed nations, you feel that there should be one world for all without any walls or boundaries. Prepare a script for presentation as the first speaker in a panel discussion on one world without walls. നോക്കിക്കേ, മെൽറ്റിംഗ് വോൾ, റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൽറ്റിംഗ് വോൾ എന്നുള്ളൊരു പോയാണ്. അത് നമുക്ക് അതിന്റെ സമ്മറി അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മെൽറ്റിംഗ് വോൾ വായിച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യുകയാണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഇറ്റ്സ് അബൌട്ട് ദ സ്റ്റോറി ഓഫ് റെഫ്യൂജീസ്. ഈ വാറും ഡിസ്ട്രക്ഷനും കാരണം അഭയാർത്ഥികളായിട്ട്, റെഫ്യൂജീസ് ആയിട്ട് ആ സ്ഥലം നിന്ന് വിട്ടു പോകുന്ന ആൾക്കാർ ഇതുപോലുള്ള വോൾസ്, നെയ്ബേഴ്സ് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വോൾസ് കാരണം അവർക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. So how do you connect the concept of melting wall with the issues faced by the refugees? Quality of the question നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇങ്ങനെയുള്ള ജനറൽ ക്വസ്റ്റ്യൻ ഈ ഒരു പോയം വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെഫ്യൂജീസിൻ്റെ മെൽറ്റിംഗ് വോളിനെയും വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം ഇത് ജനറൽ ആണ്. പക്ഷേ ഇങ്ങനെ ഒരു പോയം ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് പറയാമോ? ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് പറയാം. മെയിനായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഉറപ്പായിട്ടും വരും, അതേപോലെ എഡിറ്റിങ്ങിനും ഒക്കെ വരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കേ, newspaper reports about millions of refugees who are denied entry into developed nations. Developed nationsലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പാവം അഭയാർത്ഥികളുടെ അവസ്ഥ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തു. സോ മെൽറ്റിംഗ് വോളിൻ്റെ ആവശ്യം എന്താണ്? മെൽറ്റിംഗ് വോൾ മീൻസ് ഇതുപോലെയുള്ള നെയ്ബേഴ്സ് തമ്മിൽ സ്വസ്ഥമായിട്ട് ഓപ്പൺ ആയിട്ട് ജീവിച്ചാൽ പോരെ? ഇവരുടെ ഇടയിൽ ഈ ഒരു ബൗണ്ടറി എന്തിനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഒരു പാനൽ ഡിസ്കഷനാണ്. അപ്പം നിങ്ങളുടെ ഡിസ്കഷനാണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വ്യൂ പോയിന്റ് എഴുതാനാണ് പറയുന്നത്. അമീന മിസ് ലേറ്റ് ആയിപ്പോയി. അയ്യോ, ലേറ്റ് ആയി പോകരുത് കേട്ടോ. 7 അല്ല 6:30 സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ടെക്നിക്കൽ എറർ കാരണം ഇന്ന് കുറച്ച് മിസ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇനി മുതലുള്ള എല്ലാ ക്ലാസ്സസും, എല്ലാ മാരത്തോണും 6:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. ഓർത്ത് വെച്ചോണം, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും 6:30 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇതിന് എത്രത്തോളം പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നുള്ളതെന്ന് പറഞ്ഞു നോക്കിക്കേ. മെൽറ്റിംഗ് വോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇതിനെതിരെയായിട്ടാണ് പറയുന്നത് വാട്ട് ഈസ് ദ നീഡ് അല്ലേ, ആസ് ദ ഫസ്റ്റ് സ്പീക്കർ ഇൻ ദ പാനൽ ഡിസ്കഷൻ ഓൺ വൺ വേൾഡ് വിത്തൗട്ട് വാൾസ്. മതിലുകളില്ലാത്ത ഒരു വലിയ വേൾഡ് അല്ലേ, അത് ഉണ്ടാക്കാൻ വാട്ട് ഓൾ തിങ്സ് യു നീഡ് ടു ഡു എന്നതിനെ കുറിച്ചൊരു പാനൽ ഡിസ്കഷൻ. അതിൽ ആസ് എ പേഴ്സൺ ഹൂ ഈസ് സജസ്റ്റിംഗ് ദ ഫസ്റ്റ് പോയിന്റ് വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ ഡിസ്കസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിക്കേ. സോ ഹലോ എവ്രി വൺ, ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ് ആൻഡ് മേക്കിംഗ് അവർ വേൾഡ് എ പ്ലേസ് വിത്തൗട്ട് വാൾസ് ലൈക്ക് എ റോബർട്ട് ഫ്രോസ്റ്റ് പോയം മെൽറ്റിംഗ് വോൾ. സോ നമ്മളൊന്ന് സജസ്റ്റ് ചെയ്തു, മെൽറ്റിംഗ് വോൾ ആണ്, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആണെന്നുള്ളത് ഒന്ന് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് ദിസ് ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു അഡ്രസ് ദാറ്റ് പേഴ്സൺ. ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ മതി എന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കത് പറയാം. ഇവിടെ ജസ്റ്റ് നിങ്ങൾ അഡ്രസ്സ് ചെയ്തു. ആൻഡ് യു ഓൾസോ എന്താണ് പറഞ്ഞു, ലൈക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്രേക്കിംഗ് ഡൗൺ ദ ബാരിയേഴ്സ്. ആൻഡ് ദ പോയിന്റ്സ് ആർ
We are asking why need walls between neighbors? We want to imagine a world where everyone can live together without walls dividing us. നമുക്ക് വേണ്ടത് ഏത് തരത്തിലുള്ള ഒരു ലോകമാണ്? വാൾസിൻ്റെ ആവശ്യമില്ലാതെ. There is no need of these walls because it creates some kind of boundaries. അല്ലെ, ആ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. So we no need that boundary. Think about refugees who have to leave their homes because of wars or disasters and then facing big walls that stop them from finding new homes in safer places. നിങ്ങൾ ഈ വാർസ് കാരണവും ഡിസ്ട്രക്ഷൻ കാരണവും എന്താണ് അഭയാർത്ഥികളായി മാറുന്ന ആൾക്കാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ മുന്നിൽ ഇത്രയും വലിയ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ മതിൽ കാണുമ്പോൾ അവർക്ക് അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. വി ആർ ദെയർ നെയ്ബേഴ്സ്, വി ഷുഡ് ബി ദെയർ ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. സോ ഇങ്ങനെ ഒരു വോൾ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്തിനാണ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ബൗണ്ടറീസ് ബിറ്റ്വീൻ അസ് എന്നാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റഡ് ലെറ്റ്സ് ബിൽഡ് ബ്രിഡ്ജസ് ഇൻസ്റ്റഡ് ഓഫ് വോൾസ്. അതിന് എന്താണ് പറയുന്നത്, മെൻറ്റിംഗ് വാൾസ് അല്ല, മെൻറ്റിംഗ് ബ്രിഡ്ജസ് ആണ് നമുക്കിടയിൽ വേണ്ടത് അല്ലേ. വാൾസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേഷൻ ആണ്, ബ്രിഡ്ജസ് ആണെങ്കിലോ കണക്ഷൻ ആണ് വേണ്ടത്. സോ ഇൻസ്റ്റഡ് ഓഫ് മെൻറ്റിംഗ് വാൾസ് ലെറ്റ്സ് മെൻറ്റ് ബ്രിഡ്ജസ് ടുഗെദർ ആൻഡ് മേക്ക് അവർ വേൾഡ് ബെറ്റർ ഫോർ എവ്രി വൺ. എല്ലാവർക്കും ആക്സസ് ഉള്ള, എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു മേക്ക് ദിസ് ഹാപ്പൻ ആൻഡ് ട്രീറ്റ് എവ്രി വൺ കൈൻഡ്ലി ആൻഡ് വിത്ത് റെസ്പെക്ട്. എല്ലാവരെയും സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ യു സേ താങ്ക് യു. നിങ്ങളുടെ പോയിന്റ് പറഞ്ഞതിന് ശേഷം ജസ്റ്റ് സേ താങ്ക് യു. അങ്ങനെയാണ് കൈൻഡായിട്ട് എൻഡ് ചെയ്യുന്നത്. സജ്ന, ഹലോ സജ്ന, കുറച്ച് ലേറ്റ് ആയി പോയല്ലോടാ. 6:30 കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാരത്തോൺ എല്ലാ സബ്ജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 ഓക്കെ, യെസ്. ഇനി ലേറ്റ് ആവരുത് കേട്ടോ, എല്ലാവരും വരണം, കറക്റ്റ് സമയത്ത് എത്തണം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. എവിടെ നമ്മുടെ ഉണ്ണിക്കുട്ടനൊക്കെ പോയോ? ഉണ്ണിക്കുട്ട, അഷ്മൽ, ഫർഹാൻ, എല്ലാ ടീമും ഉണ്ടോ ഇവിടെ? ഫുൾ ടീമിനെ കൂട്ടിക്കൊണ്ട് വരിക, ലൈവ് വൈബാക്കുക. ഓക്കെ, വേഗം വന്നോളൂ. ചില ടീംസ് ഉണ്ട് വന്നു, ഹായ് പറഞ്ഞു പോയി. ഉണ്ണിക്കുട്ടനുണ്ട്. കറക്റ്റ് സമയത്താണ് ഞാൻ ചോദിച്ചത്. നീ ഒന്ന് പോയിരുന്നു, പക്ഷെ ഞാൻ തിരിച്ചു പിടിച്ച് കയറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അല്ലേ. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വാങ്കറി മത്തായുടെ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് എന്നുള്ളത് അല്ലേ. നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് ആണെന്നുള്ള കാര്യം ഓർത്തോണേ. യെസ്, അഷ്മൽ, യെസ് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ മിണ്ടാതിരുന്നതാണ്, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതാണോ? അപ്പോൾ ബാക്കി ടീം എവിടെ? സജന ഇപ്പോൾ വന്നു, ദെൻ അമീന ഇപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. അമീന ആയിരുന്നില്ലേ മറ്റേ രഞ്ജുഷ മിസ്സിൻ്റെ അടുത്ത് ലൈവിൽ താങ്ക്സ് പറഞ്ഞത്? എക്കണോമിക്സ് ഈസി ആയിരുന്നു അല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, മീരയൊക്കെ പോയോ? എവിടെ? ഫുൾ ടീം വന്നേ. ഇടയ്ക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതും കൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വാങ്കറി മത്തായ്സ് നൊബേൽ പ്രൈസ് acceptance speech reveals how environmental degradation is carried out on a large scale basis. Prepare an essay on the factors that lead to the destruction of our environment. Or question ആണ്. So similar ആയിട്ട് പിന്നെയും വരുന്നുണ്ട്. The challenge is to restore the home of the tadpoles and give back to our children a world of beauty and wonder. Vankari Mathai calls upon the youth to save the earth from destruction. Write an essay exploring the positive steps that we can take to save the planet from environmental degradation. So എന്താണ് വാങ്കറി മത്തായുടെ ചാപ്റ്റർ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ഐഡിയ വേണം അല്ലേ. എൻവയോൺമെൻറ്റിനെ എങ്ങനെ സേവ് ചെയ്യണം, ഒരു പ്ലാന്റ് ഒരു സാപ്ലിംഗ് നടുമ്പോഴത്തേക്ക് അത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ലൈക്ക് എ ന്യൂ ബിഗിനിങ്, അത് പല തരത്തിലുള്ള മെസ്സേജസ് കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതുപോലെയുള്ള എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെതിരെ നമ്മൾ പ്രവർത്തിക്കണം, കാരണം നമ്മുടെ കമ്മിങ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് സീൻ, ഈ ഒരു എസ്സേയുടെ ഈ ഒരു സ്പീച്ചിൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ദ സീൻ ഓഫ് ടാഡ്പോൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മോഡൽ എക്സാമിന് പറഞ്ഞിരുന്നു. അതേ ടൈപ്പ് ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ഇപ്പോൾ അവർ വാങ്കറി മത്തായി കുഞ്ഞായിരുന്നപ്പോൾ ടാഡ്പോൾസിൻ്റെ സീൻ എൻജോയ് ചെയ്തതുപോലെ at present she is not able to enjoy that because she couldn't find even a single tadpole in her surroundings. So what we are doing to the next generation is so pathetic. കാരണം അവർക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും വാങ്കറി മത്തായി റിലേറ്റഡ് ടു ദ ചാപ്റ്റർ വെൻ ആ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ് വരികയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാമെന്ന് നമുക്കിവിടെ നോക്കാം അല്ലേ. ഓക്കെ, നോക്കാലോ. യെസ്.
Vankri Mathai said that how well the earth is doing directly affects how good our lives are. മിസ് എപ്പോഴും ഈ ഒരു ചാപ്റ്റർ എപ്പോൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും പറഞ്ഞു തരുന്ന ഒരു പോയിന്റ് ആണ്. നിങ്ങളുടെ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് പേരൻസിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഭയങ്കരമായിട്ട് യു ഗൈസ് വിൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് റൈറ്റ്, ഫിസിക്കലി മെൻ്റലി നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരുന്ന് പുറത്തൊന്നും കറങ്ങാൻ പോവാതെ അസുഖമൊന്നും വരാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. കാരണം എന്താണ്, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പുറമെ എന്താണോ കാണിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മളുടെ ആ ഒരു ഇന്നർ പീസ് നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള ആ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് കൂടെ. സോ എങ്ങനെയാണോ നമ്മൾ എർത്തിനോട് കാണിക്കുന്നത് അതാണ് തിരിച്ചിങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് തിങ്സ് ഡയറക്ട്ലി ടു അവർ മദർ നേച്ചർ. ഷീ വാണ്ടഡ് എവ്രി വൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഹെൽത്തി പ്ലാനറ്റ് മീൻസ് എ ബെറ്റർ ലൈഫ് ഫോർ ഓൾ ഓഫ് us. നമ്മുടെ എർത്ത് ഹെൽത്തി ആണെങ്കിൽ എന്താണ്, അവിടെ താമസിക്കുന്ന ഓരോ മനുഷ്യനും എന്താണ് ഹെൽത്തി ആയി മാറും. അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, എന്താണ് കർമ്മ പോലെ അല്ലെ, ബൂമറാങ് പോലെ അങ്ങോട്ട് ചെയ്യുന്നത് ഇങ്ങോട്ടും കിട്ടുള്ളൂ. ദിയ, ഹലോ ദിയ, എവിടെയായിരുന്നു? കുറച്ച് ലേറ്റ് ആയി പോയല്ലോ. ഫുൾ ടീമിനെ വിളിച്ചോണ്ട് വാട്ടോ ക്ലാസ്സിൽ. ഫ്രണ്ട്സൊക്കെ എവിടെ? എല്ലാവരെയും വിളിച്ചോണ്ട് വരൂ, ക്ലാസ് നല്ല അടിപൊളിയാക്കും. ദിയ കുറച്ച് ലേറ്റ് ആയിപ്പോയി. 6:30 കേട്ടോ മോളെ സ്റ്റാർട്ട് ചെയ്യുക ക്ലാസ്, ഒന്ന് ഓർത്ത് വെച്ചോണം. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, Mathai asked people to come together and help each other no matter where they are from or what culture they belong to. She believed that when we work as a team we can make the world a better and more lasting place. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഏത് കോണ്ടിനെന്റിനാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. You guys have to come together. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം സെറ്റായി, ഇപ്പോൾ ഓക്കെ ആയി മിസ്. ഓക്കെ, യെസ്. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് വരെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്, വളരെ കാര്യമായിട്ട് തകർത്തിരുന്ന് പഠിപ്പിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾ കേട്ടു? ഓക്കെ, വാങ്കറി മെത്തേഡ് ആണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഷീ ഓൾസോ ടോക്ഡ് അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് നേച്ചർ അല്ലേ. ആൻഡ് ഷീ എസ്പെഷ്യലി ലൈക്ക് ട്രീസ് ബിക്കോസ് ദേ ഹെൽപ്പ് keep everything in balance. For her, trees were like symbols of how everything in nature is connected. And even though she knew
Even though she knew there were problems, Mathai always thought we could make things better. She believed that all of us together could overcome tough times and make the world a happier and healthier place. So these are the important points that you have to remember while dealing with any questions related to the chapter when a sapling is planted by Vankri Mathai. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചോണം മെയിൻ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്. ആൻഡ് അഡീഷണൽ പോയിന്റ് ദാറ്റ് സീൻ ഓഫ് എ ടാഡ്പോൾ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണേ. കാരണം എത്രത്തോളം അല്ലെ ടാഡ്പോൾ she enjoyed the scene of tadpoles while spending time with her parents, but now she is not able to enjoy that particular scene. Why? Because she couldn't find even a single tadpole around her എന്നുള്ള ഒരു കാര്യം അത് ഓർത്ത് വെച്ചോണം. ഇങ്ങനെയുള്ളത് അവയർനെസ് ആണ്. കാരണം യങ് ജനറേഷൻ ഇതെല്ലാം മിസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇതൊക്കെ ആബ്സെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് വി ഷുഡ് സ്റ്റാൻഡ് ടുഗെദർ, ഷുഡ് ഡു സംതിങ് ഫോർ അവർ മദർ നേച്ചർ എന്നുള്ള ആ ഒരു പോയിന്റ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചാൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അൻഹ, ഹലോ 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 ഡിയർ, എവിടെയായിരുന്നു? കുറച്ച് ലേറ്റ് ആയി പോയില്ലോ. 6:30 നമ്മുടെ എന്താണ് മാരത്തൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഇപ്പോൾ വർക്കിംഗ് ആണോ അതും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. വിസ്മയ പറഞ്ഞിരുന്നു കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ആ ടെക്നിക്കൽ എറർ ഉടൻ തന്നെ മൈക്കിന്റെ ഇഷ്യൂ പോലെ തന്നെ അത് ഉടനെ തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ആൻഡ് ലൈവ് വൈബാക്കുക. ഓക്കെ, യെസ്, റെഡി ആണല്ലോ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? അൻഹ ഹലോ, യെസ്, ഓക്കെ, അൻഹ പറഞ്ഞിട്ടുണ്ട് ലെറ്റ്സ് കണ്ടിന്യൂ എന്നുള്ളത്. യെസ് യെസ് യെസ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വാങ്ക്രി മെത്തേഡ് എന്താണ്? ഷി ഓൾസോ ടോക്ഡ് അബൌട്ട് ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി വൺ ടു ബി treated fairly. She also said that for things to get better, we need to live in a free and fair society where people have rights. And Mathai remembered how the world used to be when her parents were around. Sadly, she saw that it has changed a lot over time and she felt a bit sad about that. അവസാനം ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വാങ്ക്രി മെത്തേഡ് ആ ഒരു കുറച്ച് കോൺഷ്യസ് ആവുന്നുണ്ടല്ലേ. നമ്മുടെ യങ് ജനറേഷൻ എങ്ങനെയായിരിക്കും സീൻ ഓഫ് ടാഡ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ചാപ്റ്ററും കൂടെ വായിക്കാം. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The literary club of your school is celebrating the International Women's Day. Prepare the script of a speech on educating the girl child to be delivered on the occasion. Or they need to change their mindset and reset the narrative in their favor. So it is essential that women be ready to dare the difference, to take risk and step outside their comfort zone. Based on your reading of Christine Lagarde's speech, prepare an essay on how women can realize their true potential. സോ ഓൾ ക്വസ്റ്റ്യൻ ആണ്, വിമൻ എംപവർമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്തൊക്കെ എഴുതാൻ പറ്റും, എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം 3 years ഓഫ് എംപവർമെന്റ് ക്രിസ്റ്റീൻ ലഗാർഡിന്റെ മാച്ച് ബോക്സ് ആണെങ്കിലും നോമിതയുടെ ക്യാരക്ടറിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എനി വുമൻ അതിൽ പറയുന്നുണ്ട്. ദെൻ ദീദി പോലുള്ളതിൽ ആ ഒരു വിമൻ ഓൺടർപ്രിനേഴ്സ് വരുമ്പോഴത്തേക്ക് വിമൻ എംപവർമെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏത് ചാപ്റ്ററിനെ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് എ ഗേൾ ചൈൽഡ് അല്ലെങ്കിൽ വിമൻ ഷുഡ് ഡെയർ ദ ഡിഫറൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാമെന്ന് നോക്കിക്കേ. എംപവർമെന്റ്, എഡ്യൂക്കേഷൻ, 3 years ഓഫ് എംപവർമെന്റ് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഏതൊക്കെയാ? ലീഡർഷിപ്പ് പറഞ്ഞേ, ലേബർ, വേഗം 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 മെസ്സേജ് ചെയ്തേ, ഓർക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഡ്യൂക്കേഷൻ equips girls with knowledge, skills and confidence to make informed decisions, breaking the cycle of poverty and dependence. നമ്മളെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ലേണിംഗ് കണ്ടു. ലേണിംഗ് കഴിഞ്ഞിട്ട് അടുത്ത് എന്താ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനുശേഷം എന്താണ്? അവർക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, ലേബർ, ഒരു ജോലി നേടിക്കൊടുക്കണം. അങ്ങനെ എന്താണ്? അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവും. സോ കോൺഫിഡൻസും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കൂടെ വന്നാൽ അവർക്ക് എന്താണ്? ഒരു നല്ല ലീഡർ ആകാനായിട്ട് സാധിക്കും അല്ലെ. ഒരു ബെസ്റ്റ് വേ, when you educate a boy you train a man, but when you educate a girl you train a village. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്രിസ്റ്റീൻ ലഗാർഡിന്റെ 3 years ഓഫ് എംപവർമെന്റ് ഉള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ കമന്റിന് വെച്ചിട്ട് ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഏത് രീതിയിൽ വേണമെങ്കിലും വിമൻ എംപവർമെന്റ്, ഡ്രഗ് അബ്യൂസ്, ടെക്നോളജി തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ,
മിസ് ദീദിയുടെ സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കി പറയോ? ദീദി ഷഹീൻ മിസ്ട്രിയുടെ സ്റ്റോറിയാണ്. ലൈക്ക് ഒരു വുമൻ ഓൺടർപ്രീനർഷിപ്പ്, നമ്മുടെ ഇർഫാനാലത്തിൻ്റെ ഓൺടർപ്രീനർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്തായാലും ദീദിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഷഹീൻ മിസ്ട്രിയുടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനും കൂടെ ഒരു നറേഷനും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അതിൻ്റെ എവിടെയും പോകരുത്, ഇവിടെ ഉണ്ടാവണം. And health and well-being, അല്ലേ? Then economic growth. Investing in girls' education leads to high employment rates, increased incomes and reinvestment in communities, fostering economic growth. So ഒരു ഗേളിന് നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ we make them empowered, then we will be able to focus on their health and well-being goals and also economic growth. Financially independent ആകുമ്പോഴത്തേക്ക് it will help them a lot. കാരണം കോൺഫിഡൻസ് വരെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ലൈഫിൻ്റെ ഔട്ട്ലുക്ക് മാറും അല്ലേ? അതേപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, ലൈക്ക് they will be confident enough to face the society, to face the changes. ആ ഒരു ഇക്വാലിറ്റി അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. Then reduce child marriage and early pregnancy, ലൈക്ക് ഇതുപോലുള്ളതൊക്കെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഒരുപാട് പറ്റുന്നതാണ്. Then social and political participation, വീട്ടിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നതല്ല, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു പാർട്ടിസിപ്പേഷൻ അവരെന്താണ് ഉറപ്പായിട്ടും ഉറപ്പുവരുത്തുക അല്ലേ? ആൻഡ് ഇംപ്രൂവ് ഫാമിലി പ്ലാനിങ് ആൻഡ് റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്. They will be able to know about the consequences, like they will be able to plan a better family plan for themselves. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിമൻ എംപവർമെന്റ്, വിമൻ എഡ്യൂക്കേഷൻ, അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ജനറൽ ടോപ്പിക്സും അല്ലെങ്കിൽ ജനറൽ പോയിന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇപ്പൊ ക്രിസ്റ്റീൻ ലഗാർഡിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റീൻ ലഗാർഡ് അല്ലെങ്കിൽ മാച്ച് ബോക്സ്, എനി വുമൻ തുടങ്ങിയ ചാപ്റ്റേഴ്സിന്റെ സമ്മറി മാത്രം പഠിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഇവിടെ എഴുതിയാൽ ഇതിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം എങ്ങനെ കണക്ട് ചെയ്യണം? നോമിതയുടെ ആണെങ്കിൽ നോമിത എന്തുകൊണ്ട് ആ ഒരു മാച്ച് ബോക്സ് അത്രയൊക്കെ പ്രശ്നമുണ്ടായി, മാച്ച് ബോക്സ് പോലെ കമ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഷീ ഈസ് അഗൈൻ ബാക്ക് ടു ഹർ കിച്ചൺ വിത്ത് ദിസ് ഡെയിലി റുട്ടീൻ അല്ലേ? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഷീ ഹാസ് നോ അതർ ഓപ്ഷൻ ബിക്കോസ് ഷീ ഈസ് ഡിപ്പെൻഡ് ഓൺ ഹർ ഹസ്ബൻഡ് ആണ് അല്ലേ? വേറൊരു ഓപ്ഷൻ ഇല്ല, ഫ്രീഡം ഇല്ല, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അതുകൊണ്ടാണ് പിന്നെയും ഒരു ചെറിയ മാസ്ക് പോലെ ഒരു ചിരി ചിരിച്ചിട്ട് കിച്ചണിലേക്ക് അടുത്ത ഡ്യൂട്ടിയിലേക്ക് പോകുന്നത്. വൈ ഇസ് ഇറ്റ് സോ? ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് സമ്മറി അല്ല, ഇതുപോലുള്ള പോയിന്റ്സ് കണക്ട് ചെയ്തിട്ട് ട്രൈ ടു മേക്ക് യുവർ ആൻസർ ഷീറ്റ് യുണീക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. Then imagine you are the poet's neighbor in the melting wall. You want to justify your viewpoint that good fences make good neighbors. Present your reasons in the form of 2 arguments. Good fences make good neighbors എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. കാരണം അതാണല്ലോ ആ ഒരു ടോപ്പിക് ആണെങ്കിലും ശരി, അതിൻ്റെ ടൈറ്റിൽ ആണെങ്കിലും അതിൻ്റെ കോൺസെപ്റ്റ് ആണെങ്കിലും എൻറിച്ച് ചെയ്യുന്ന ഒരു ലൈനാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത് അല്ലേ? സോ അതൊന്ന് നോക്കി വെച്ചേക്കണം. ആർഗ്യുമെന്റ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. മെന്റിംഗ് വോളിന്റെ സമ്മറി പഠിച്ചു എന്ന് വിചാരിക്കുക, പക്ഷെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താണ്? നോ വാൾസ് അല്ലേ? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദിസ് വാൾസ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊരു പാനൽ ഡിസ്കഷനിൽ ടോപ്പിക്ക് പ്രസന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു 2 ആർഗ്യുമെന്റ്സ് പറയാനാണ് പറയുന്നത്. സോ വൈൽ ലേണിംഗ് ഓർ വൈൽ ബൈ ഹാർട്ടിംഗ് ഇറ്റ്സ് നോട്ട് easy for us to deliver the correct answer. The thing is that you need to prepare for such general question answers too. Okay? Yes. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഫോർ ദ ടോപ്പിക് ആണോ എന്താണ് പറയുന്നത്? പ്രസന്റ് യുവർ റീസൺസ് ഇൻ ദ ഫോം ഓഫ് 2 ആർഗ്യുമെന്റ്സ് ആണ് പറയുന്നത്. ക്ലിയർ ബൗണ്ടറീസ്, എന്തിന്റെ ആവശ്യമാണ്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദിസ് ഫെൻസസ് ബിറ്റ്വീൻ 2 നെയ്ബേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് ക്ലിയർ ബൗണ്ടറീസ്. ഫെൻസസ് ഹെൽപ്പ് ഡിഫൈൻ പ്രോപ്പർട്ടി ലാൻഡ്സ് ക്ലിയർലി, റെഡ്യൂസിംഗ് ദ ചാൻസസ് ഓഫ് ഡിസഗ്രിമെന്റ്സ് ഓവർ ബൗണ്ടറീസ് ആൻഡ് എൻക്രോച്ച്മെന്റ്. റൈറ്റ്? And what do you mean by encroachment? കടന്നുകയറ്റം എന്ന് പറയില്ലേ, കൈയടക്കുക, കടന്നുകയറ്റം, അതിനാണ് എൻക്രോച്ച്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് പ്രൈവസി ആൻഡ് സ്പേസ്, ഒരു ബെറ്റർ ബൗണ്ടറി ഉണ്ടാകും, എവിടെ നമുക്ക് നിൽക്കണം, ഇത് നമ്മുടെ ഏരിയ ആണ്, ഇതിൻ്റെ അകത്ത് എന്ത് നടന്നാലും നിങ്ങളെ ബാധിക്കുന്നതല്ല. അവിടെ ഒരു സ്പേസ്, യു ആർ ക്രിയേറ്റിംഗ് എ സ്പേസ് ഫോർ യുവർ സെൽഫ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൈവസി ഒരുപാട് ഉണ്ടാകും. ദെൻ സെക്യൂരിറ്റി, ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും നിങ്ങളുടെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സെക്യൂർഡ് ആയിരിക്കും അല്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറാനോ ബാക്കിയുള്ളവർക്ക് വന്ന് അഭിപ്രായം പറയാനോ ഒന്നും പോസിബിൾ ആയിരിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് ഹൈലി സെക്യൂർ. റെസ്പെക്ട്ഫുൾ റിലേഷൻഷിപ്പിനെ ഒരു പരിധിവരെ മാറി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് റെസ്പെക്റ്റും ഉണ്ടാകും. റെസ്പെക്ടിങ് ഈച്ച് അതേഴ്സ് ബൗണ്ടറീസ് വിത്ത് ഫെൻസസ് പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ നെയ്ബേഴ്സ്. Property enhancement, property install and maintain fences can enhance the aesthetic appeal and value of neighboring properties, contributing to a pleasant
ആൻഡ് ലിവിങ് എൻവയോൺമെന്റ്. സോ മെന്റിംഗ് വോൾ എന്നുള്ളൊരു പോയാണ് പഠിച്ചതെങ്കിൽ അതിന് 4 ആയിട്ടും എഗൻസ്റ്റ് ആയിട്ടും പറയാനായിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് വോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ എന്താണ്, വി ഷുഡ് നോട്ട് ക്രിയേറ്റ് വാൾസ് ബിറ്റ്വീൻ us, ഇൻസ്റ്റെഡ് വി നീഡ് ടു ക്രിയേറ്റ് ബ്രിഡ്ജസ് ബിറ്റ്വീൻ us ഫോർ കണക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അതെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യുന്നത് പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹ്യൂമൻ കണക്ഷനോ ഫീലിങ്സോ ഇമോഷൻസോ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എഗൻസ്റ്റ് പറയാം. അതേസമയം ഫോർ ദ ടോപ്പിക് ആണ് പറയുന്നതെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൈവസി ഉണ്ട്, സ്പേസ് ഉണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട്, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നുണ്ട്, സെക്യൂർഡ് ആണ്. സോ ഒരു ടോപ്പിക് ആണെങ്കിൽ തന്നെ എഗൻസ്റ്റും ഫോറും എന്തൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ അല്ലെ? മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും. ബൺ യു വേ ഹിയർ? യെസ്, ഞാൻ ഇപ്പോഴാണ് കേട്ടോ ബണ്ണിന്റെ ലേണിംഗ് ലേബർ ലീഡർഷിപ്പ് കണ്ടത്. ഓക്കെ, ആദ്യം കണ്ടില്ലല്ലോ കമന്റ് സെക്ഷൻ വന്നപ്പോൾ. യൂഷ്വലി ഐ ഗെറ്റ് എ ഹായ് ഫ്രം യു. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Do you think that Nomita, the character in Asha Purna Devi's story Matchbox, acted impulsively without thinking about the consequence? Or is she a brave woman who questions her husband's selfish ways? Prepare a character sketch of Nomita. ക്വസ്റ്റ്യൻ എന്താണ്? ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. പക്ഷെ അതിന് മുന്നേ തന്നേക്കുന്ന ഡീറ്റെയിലിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എന്താണ്, ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ഭയങ്കര അറഗൻ്റ് ആയിട്ട് അവളുടെ തന്നെ ആ ഒരു ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളാണോ, ഇമ്പൾസീവായിട്ട് പ്രവർത്തിച്ച ആളാണോ, അതോ എന്താണ് വേറെ ഒരു വഴിയും എനിക്കില്ല, അതുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത ആളാണോ? റൈറ്റ്, അവർ പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത എന്നാണ് പറയുന്നത്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നോമിതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ ഓർത്തിരിക്കണം? നോമിത ഇൻ മാച്ച് ബോക്സ് ഇസ് ഇമ്പൾസീവ്, ആക്ടിങ് ക്വിക്ലി വിതൗട്ട് മച്ച് തോട്ട്. പെട്ടെന്ന് ദേഷ്യം കാരണം പറഞ്ഞു പോകുന്നതാണ്. ഇന്നതൊക്കെ ആയിരിക്കും എൻ്റെ കോൺസിക്വൻസ് എന്നുള്ള രീതിയിൽ ആലോചിച്ചല്ല പോകുന്നത്. ഷീ ബേൺസ് ദ മാച്ച് ബോക്സ് വിതൗട്ട് കൺസിഡറിംഗ് ദ കോൺസിക്വൻസസ്. Right? We know that. Nomita also displays bravery by standing up to her selfish husband. Instead of letting him mistreat her, she fights back. Her actions may seem sudden, but they show her inner strength. Nomita's courage stems from her refusal to accept unfair treatment. She desires respect and is not afraid to speak up for herself. Despite facing challenges, Nomita remains determined to stand her ground and make things right. ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെ, ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിന്റെ ഇത് പറയുന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നോമിത ചെന്ന് കയറുന്നത് ആ കിച്ചണിൽ തന്നെയാണ് ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണ്. നോമിതയുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. വൈ ഈസ് ഷീ കമ്പയർ ടു എ മാച്ച് ബോക്സ്, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നോമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. യെസ്, ട്രൂ. എന്തുകൊണ്ടാണ് ഇവിടെ അജിത്തും നോമിതയും തമ്മിൽ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ ഇസ് ദാറ്റ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സേഫ് അല്ലാത്തത് കൊണ്ടാണ്. ബിക്കോസ് ഹർ ഹസ്ബൻഡ് ഗെറ്റ്സ് എ ലെറ്റർ ഫ്രം ഹർ മദർ ആസ്കിങ് ഫോർ മണി അല്ലേ, അതുകൊണ്ടാണ് അവർ അത് ഹൈഡ് ചെയ്യുന്നതും മദറിന്റെ ലെറ്റർ ഹൈഡ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അവിടെ ക്ലാഷ് വരുന്നതും എല്ലാം അല്ലേ. യെസ്, വാട്ട് യു സെഡ് ഇസ് കറക്റ്റ് അഷ്മൽ. Okay, yes. Next question like poyalo. Bring out the humor in the title. This is going to hurt just a little bit by Ogden Nash. The title suggests that something might be a little painful but not too much. എന്തോ ഒരു കാര്യമുണ്ട്, പക്ഷെ അതെന്താണ്, ചെറുതായിട്ട് എന്തോ വേദന എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ഹിന്റ് മാത്രമാണ് തരുന്നത്. ഇതുപോലുള്ള ഒരു ഹിന്റ് തരുമ്പോഴേ അവിടെ ഒരു കോമിക് റെപ്രസെന്റേഷൻ ഓഫ് ഐഡിയ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് ഫണ്ണി ബിക്കോസ് ഇറ്റ് മേക്സ് ലൈറ്റ് ഓഫ് എ സിറ്റുവേഷൻ ദാറ്റ് കുഡ് ബി സീരിയസ്. ഭയങ്കര സീരിയസ് ആയിട്ട് ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഒരു സീരിയസ് സിറ്റുവേഷനെ ലൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഫണ്ണി റെപ്രസെന്റേഷൻ ഓഫ് ഐഡിയാസ് തന്നെയാണ് അല്ലേ. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹേർട്ട് ആൻഡ് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ആഡ്സ് ടു ദ ഹ്യൂമർ. അതായത് വേദന എന്ന് പറയുമ്പം അത് ചെറിയ വേദന വലിയ വേദന എന്നൊന്നുമില്ല. വേദന എന്ന് പറയുന്നത് വേദന തന്നെയാണ്, വിച്ച് ഇസ് എ ബാഡ് ഫേസ് ഓഫ് യുവർ ലൈഫ്. ആൻഡ് എ ലിറ്റിൽ ബിറ്റ്, വളരെ കുറച്ച്, ഇത് ഇപ്പം കഴിയും, സ്പാനർ ഇങ്ങെടുത്തേന്ന് പറയുന്ന ഒരു ഡയലോഗ് പോലെ ഇപ്പം കഴിയും വേദന എന്ന് പറയുന്നത്. അവിടെ തന്നെ എന്താണ്, ഹേർട്ട് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള ഒരു രണ്ട് കോൺട്രാസ്റ്റ് വരുമ്പോൾ തന്നെ അത് പിന്നെയും ഫണ്ണി ആകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
It plays with the reader's expectations, making them curious about what will happen. എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പോയിന്റിൽ പലതവണ വരുന്നുണ്ട് അല്ലേ ഈ ഒരു പോയത്തിൽ. ഓവറോൾ ദ ടൈറ്റിൽ സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ എ വിറ്റി ആൻഡ് അമ്യൂസിംഗ് പോയം ബൈ ഓഗ്ഡൻ നാഷ്. ഡു യു റിമെമ്പർ? എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സമയത്താണ് ഡെന്റിസ്റ്റ് പിന്നെയും പറയുന്നത് കം ആൻഡ് മീറ്റ് മീ ആഫ്റ്റർ 3 months എന്നുള്ളത്. ബിഫോർ ദാറ്റ് പറയുന്നുണ്ട് നൗ ഇറ്റ്സ് ഓൾ ഡൺ എന്ന് പറയുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു വൈറ്റ് സബ്സ്റ്റൻസ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും എന്ന് പറയുന്നത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ഓൾ സെറ്റ് ടു ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയും ഫൈനൽ തിങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പറയുന്ന സെന്റൻസ് എന്താണ്? കം ആൻഡ് മീറ്റ് മീ ആഫ്റ്റർ 3 months. ഇതൊക്കെ എന്താണ്? ഹ്യൂമറസ് എലമെന്റ്സ് ആണ് കാണിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പോയത്തില്ലേ യു ഫ്രീക്വൻലി ഗോ അല്ലേ 3 months ഇടവേളയിൽ യു ഫ്രീക്വൻലി ഗോ ടു ദ ഡെന്റിസ്റ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് യു റിയലി ഡോണ്ട് വാണ്ട് ടു വിസിറ്റ് എ ഡെന്റിസ്റ്റ്. നിങ്ങൾക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ട എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫണ്ണി റെപ്രസെന്റേഷൻ ഓഫ് ഐഡിയാസ് ആണ്. അത് മാത്രമല്ല ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ വരയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് ലൈൻ മാറിപ്പോകുമോ, അല്ലെങ്കിൽ ആ ഒരു മിറർ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഡോക്ടറിന് എൻ്റെ പല്ല് മാറിപ്പോകുമോ തുടങ്ങിയ കൺഫ്യൂഷനൊക്കെ എന്താണ്? വളരെ വെയിറ്റി റെസ്പോൺസ് ആണല്ലേ. സോ ഇതൊക്കെ നിങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് ഓർക്കണം. റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ആരൊക്കെ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്? ടീച്ചർ ഈ ചാപ്റ്ററിന്റെ ഷോർട്ട് സമറി ഒന്ന് പറഞ്ഞു തരുമോ? ടെക്സ്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല. ഏത് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയോ ബൺ? അഷ്മൽ സോനു റൂട്ട് കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഞെട്ടിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഞാനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവസ്ഥ മനസ്സിലാകും. അങ്ങനെ ഡെന്റിസ്റ്റിനെ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഒന്നുമില്ല മോനെ ബൺ, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നറേറ്റർ ഒരു ഡെന്റിസ്റ്റിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു ഹിസ് ടൂത്ത് അതൊന്ന് റെഡി ആക്കാനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ദ പോയിറ്റ് ഇസ് വെരി കോൺഷ്യസ്. അദ്ദേഹം പറയുന്നത് ഇത്ര പോയിന്റ്സ് ആണ്. ചില ടോർച്ചർ എന്ന് പറയുന്നത് എന്താണ് അറിയാം? ചില ടോർച്ചർ എന്ന് പറയുന്നത് ഫിസിക്കലാണ്, ചിലതെന്ന് പറയുന്നത് മെന്റലാണ്. പക്ഷെ ഫിസിക്കലും മെന്റലുമായിട്ട് വരുന്നതാണ് ഡെന്റൽ. ഓക്കെ, ഫിസിക്കൽ മെന്റൽ ആയിട്ടുള്ള ടോർച്ചറാണ് ഡെന്റൽ. ഇവിടെ മെന്റൽ ഡെന്റൽ എന്നുള്ള യൂസേജ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഫണ്ണി റെസ്പോൺസ് ആണ് അല്ലേ. ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും കാമായിട്ടിരിക്കാൻ പറ്റില്ല. വാട്ട് ഈസ് ദ റീസൺ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകും അല്ലേ. ലൈക്ക് വായും തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ് എങ്ങോട്ടോ നോക്കിയിട്ട്. സോ ചെസ്റ്റ് നമ്മുടെ ഈ ഒരു ചിന്നെന്ന് പറയുന്നത് ചെസ്റ്റ് വരെ നിൽക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എത്രത്തോളം ഓക്വേർഡ് ആണെന്ന് ഓർത്തിട്ട് ഒരു മെന്റൽ സ്ട്രഗിൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂട്ട് കനാലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഡ്രിൽ സൗണ്ട് ഇല്ലേ, അത് കേൾക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരു റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വായും പല്ലും കമ്പയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് എങ്ങനെയാണോ ഒരു ബൈപ്പാസും റോഡും ഒക്കെ നമ്മൾ ടാർ ചെയ്യുകയും റെഡി ആക്കുകയും ചെയ്യുന്നത്, അതേപോലെയാണ് എൻ്റെ പല്ലെന്ന് തോന്നിപ്പോവും. ആ ഒരു രീതിയിൽ ഫിസിക്കൽ മെന്റൽ ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും. തമ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പല്ല് സെറ്റ് ആണോ എന്ന് നോക്കും. ഈ ക്രോബാർ ഉണ്ട്, മിറർ യൂസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെക്ക് ചെയ്യും. സോ യൂസിങ് ദിസ് ടൂൾസ് ലോ ഡിഗ്നിറ്റി ആയിട്ട് ഇങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഫീൽ ചെയ്യുന്ന ഒരു കാഴ്ച ഡോക്ടറിന്റെ വക പല രീതിയിലുള്ള. സോ ഫിസിക്കൽ മെന്റൽ ആ തരത്തിലുള്ള എല്ലാ ടോർച്ചേഴ്സും അടങ്ങിയതാണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്ന യാത്ര എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോയാണ് ഇത്. ഓക്കെ, യെസ്. ഏറ്റവും കോമഡി ആയിട്ട് പറയുന്നത് ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ടൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നു? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ റീസൺ ദാറ്റ് യു റിയലി ഡോണ്ട് വാണ്ട് ടു ഗോ ആൻഡ് വിസിറ്റ് എ ഡെന്റിസ്റ്റ്. ഒരിക്കലും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണ്ട എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു 3 months കൂടുമ്പോൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യുന്നത്. ലൈക്ക് എവറിത്തിങ് ഇസ് ക്ലിയർ, എനിക്ക് ഇങ്ങോട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വരല്ലേ എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അതെന്ന് പറയുന്നത് ആ ഒരു പോയത്തിൽ ഏറ്റവും വിറ്റി ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അത് മാത്രമല്ല പിന്നെയും പറയുന്നുണ്ട്, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഹോസിൻ്റെ ഹൂഫ് അല്ലേ, കുതിരയുടെ കുളമ്പ് പോലെ പോളിഷ് ചെയ്യുന്ന ഒരു സാധനം കൊണ്ടിട്ട് പിന്നെയും നമ്മുടെ പല്ലിൻ്റെ അടുത്തേക്ക് വരിക. അതും കഴിഞ്ഞ് സെറ്റ് ചെയ്തു, ഇനി ഒരിക്കലും ഇവിടേക്ക് വരണ്ട എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഡോക്ടർ പറയും കം ആൻഡ് മീറ്റ് മീ ആഫ്റ്റർ 3 months. അപ്പോൾ ഇതിനൊരു അവസാനമില്ലേ എന്ന് വണ്ടടിക്കുന്ന പോയിന്റിനെയൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്ന ഒരു ഫണ്ണി റെപ്രസെൻറ്റേഷൻ ഓഫ് ഐഡിയാസ് ആണ് ഈ ഒരു പോയം ഇൻ ഷോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ബൺ? ഓക്കെ ആണോ ബൺ? ബണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. ഓക്കെ, ബാക്കി എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നോക്കിക്കേ. A seminar on mangroves, a rich source of biodiversity, was conducted in your school. Read the program schedule of read the program schedule of the seminar and prepare a report എന്നാണ് പറയുന്നത്. So topic is that, title of the seminar is mangroves, a rich source of biodiversity. Venue എവിടെയാണ്, ടൈം ഏതാണ്, ഡേറ്റ് ആണ് തന്നിട്ടുണ്ട്, പ്രോഗ്രാം ചാർട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വാസ് prayer, then followed by welcome speech, presidential address and felicitation, and paper presentations on the topic mangroves, a source of biodiversity by Atira. Then Pukurin, the legend of mangroves by Nofia, ways to preserve mangroves, Shyam Gopal, mangroves in Kerala, Vaishak, and last but not the least, vote of thanks by Divya Krishnan, who is the school leader, and also it concludes with the national anthem. So എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഒരു തന്നിട്ടുണ്ടല്ലേ, നോട്ടീസ് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, പ്രോഗ്രാം ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ ടൈറ്റിൽ ഓഫ് ദി സെമിനാർ ആൻഡ് ഓൾസോ ഹൂസ് ഗോണ പ്രസന്റ് ഇറ്റ് എന്നുള്ള ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സെമിനാർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇതുപോലെയുള്ള തന്നിട്ട് റിപ്പോർട്ട് എഴുതാനായിട്ടും ചോദിക്കാം. റിപ്പോർട്ട് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, വാസ് യൂസ് ചെയ്യണേ, അതായത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. വിൽ ദിസ് പ്രോഗ്രാം വിൽ എന്നുള്ള രീതിയിൽ എഴുതരുത്, പാസ്റ്റ് ആണ്, കഴിഞ്ഞതാണ്. സോ പ്രോഗ്രാം വാസ് കണ്ടക്റ്റഡ്. ഓക്കെ, ഓർത്ത് വെക്കണം, ടെൻസസ് ഓർക്കണം, ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ടെൻസും കൂടെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓർത്തോണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, on July 27 to 2050, a seminar about mangroves, a rich source of biodiversity, happened in our school hall. It started at 10 a.m. with a prayer by the school choir. Then Mrs. Sushila Kumari, our principal, gave a friendly welcome. Then next, Dr. Sadish Chandran, a famous environmentalist, talked about how important it is to protect nature. He explained how humans harm the environment by cutting trees, polluting water and littering. Littering means സാധനങ്ങൾ വലിച്ചെറിയുക, അലക്ഷ്യമായിട്ട് എറിയുന്നതിനാണ് ലിറ്ററിംഗ് എന്ന് പറയുന്നത്. ഡു നോട്ട് ലിറ്റർ, ലിറ്ററിംഗ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നൊക്കെയുള്ള നോട്ടീസ് കണ്ടിട്ടില്ലേ, പോസ്റ്റേഴ്സ് കണ്ടിട്ടില്ലേ. ഡോക്ടർ ചന്ദ്രൻ warned that if we don't change, nature might harm us with disasters like earthquake and drought. So എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് പറയുക. സോ ടൈറ്റിൽ അല്ലെങ്കിൽ സെമിനാർ വാസ് കണ്ടക്റ്റഡ്, റിപ്പോർട്ട് ഓൺ മാൻഗ്രോവ്സ്, എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത് പറയണം, റിപ്പോർട്ട് ഓൺ ദി സെമിനാർ അല്ലേ. ദെൻ ടോപ്പിക് എന്താണെന്ന് പറയാം, വെന്യൂ എവിടെയാണെന്ന് പറയാം. ഹിൻസ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ആരൊക്കെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് കണ്ടക്ട് ചെയ്തത്. പേപ്പർ പ്രസന്റേഷൻ ആണെങ്കിൽ ഇത്ര ആൾക്കാരുടെ പേര് പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് സെന്റൻസും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രയും പറഞ്ഞതിന് ശേഷം വാട്ട് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സെമിനാർ പ്രസന്റേഷൻ, അല്ലെങ്കിൽ വെദർ ഇറ്റ് വാസ് യൂസ്ഫുൾ, ഇറ്റ് വാസ് ആൻ ഐ ഓപ്പണർ സെഷൻ ഫോർ ഓൾ ദോസ് പീപ്പിൾ ഹു ഹാസ് അറ്റൻഡഡ് ദിസ് സെമിനാർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. Okay, this is how you need to write or attend the seminar report. Okay, yes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ദി അവർ ഓഫ് ട്രൂത്ത് ഷോസ് ഹൗ ആൻ upright man resists the temptation of bribe. Prepare a speech to be delivered in the school assembly about the topic honesty in public life. Or, just like a traffic jam slows down the traffic, corruption slows down a country's development. Prepare the script for a speech to be delivered on Gandhi Jayanti on the topic corruption, ways to counter it. സോ ഓണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി എന്നുള്ളതാണ് ശരിക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ നോക്കുകയാണെങ്കിൽ മെയിൻ തീം എന്ന് പറയുന്നത് അല്ലേ. ഇത് അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള പ്ലേ ഓർക്കുമ്പോഴത്തേക്ക് റോബർട്ട് ബൗൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് മാത്രം കരുതി പോയാൽ പണി പാളുമല്ലോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോണം. ഇതുപോലുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ദെൻ ദർ ഇസ് നോ സ്പേസ്, അല്ലെങ്കിൽ ദർ ഇസ് നോ റൂം ഫോർ വറീസ് അല്ലേ. യെസ്, ഇങ്ങനെ ഒരു ഇത് നോക്കുക തരുവാണെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ് സ്ട്രെസ്സസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഇന്റഗ്രിറ്റി അമംഗ് പബ്ലിക് ഓഫീഷ്യൽസ്. Corruption, ways to counter it, focuses on preventing misuse of power for personal gain. Corruption എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിസ്യൂസ് ഓഫ് പവർ ആണ് കാണിക്കുന്നത്. ഓണസ്റ്റി എന്ന് പറയുന്നത് പബ്ലിക് ഒഫീഷ്യൽസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പബ്ലിക് ലൈഫിൽ വേണ്ടത് എന്താണ്, ഓണസ്റ്റി ആണ്. മെഷേഴ്സ് ടു കൗണ്ടർ കറപ്ഷൻ ഇൻക്ലൂഡ് എൻഫോഴ്സിംഗ് ലോസ്, പ്രൊമോട്ടിംഗ് ട്രാൻസ്പെറൻസി ആൻഡ് എംപവറിംഗ് സിറ്റിസൺ. ദെൻ യു ക്യാൻ സജസ്റ്റ് certain solutions for these problems. ലൈക്ക് കറപ്ഷൻ പോലുള്ള പ്രോബ്ലം ആണെങ്കിൽ by making the rules strict അല്ലെ,
rules and regulations tricks നമുക്ക് എന്താണ് we can make it a better place to live in. And educating the public about corruption, harmful effects, and promoting ethical values is crucial, like giving them awareness class. Okay, then collaboration among stakeholders and international cooperation are vital in fighting corruption. Both topics highlight the need for ethical conduct and accountability in governance. So നമ്മൾ being a socially responsible ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു നിലയിലും അതല്ല ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു നിലയിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു ചാപ്റ്റർ അവർ ഓഫ് ട്രൂത്ത് എന്നൊരു റെഫറൻസ് തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ ആണല്ലേ. ആ ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി അല്ലെങ്കിൽ ലെറ്റ്സ് ഫൈറ്റ് അഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊരു ടോപ്പിക് എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം, ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? എല്ലാവരും പോയോ? ആക്റ്റീവ് അല്ലല്ലോ കമന്റ് സെക്ഷൻ, ഒന്ന് പറഞ്ഞേ വേഗം. ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അല്ലാതെയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്, ഓൾറെഡി വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് മിസ് ഇത് പിന്നെയും ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇനിയുള്ള എക്സാം ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. എങ്ങനെയാണെങ്കിലും സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസും അല്ലാത്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് വളരെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ? ഞാനിവിടെയുണ്ട്, ഞങ്ങളിവിടെയുണ്ട്. ഓക്കെ, ഹാപ്പി ടു സീ ഓൾ ഓഫ് യു ഹിയർ അഗൈൻ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. കാരണം ഒരു കൺസേൺ ചോദിച്ചപ്പോൾ തന്നെ ഉടനെ അറിയിച്ചില്ലേ, ലൈക്ക് യു ഗൈസ് ആർ ഹിയർ എന്നുള്ളത്. താങ്ക് യു ഫോർ ബീങ് ഫോർ ബീങ് ഹിയർ. ഓക്കെ, യെസ്. Next question നോക്കിക്കേ. Damage to the brain is the most subtle, most often unrecognized and least understood consequence of drug abuse. Prepare an essay on the topic, the hazards of drug abuse. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസിന്റെ എസ്സേ ആണ്, വളരെ ഡയറക്റ്റ് ആണ്. ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് gives a comprehensive idea about the effect of harmful sensual drugs on the human body. Write an essay enlisting the consequences of drug addiction. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ നോക്കിക്കേ. ഡ്രഗ് അബ്യൂസ് ഹാംസ് ഫിസിക്കൽ ഹെൽത്ത് ലീഡിങ് ടു വേരിയസ് ഇൽനെസ് ആൻഡ് മെഡിക്കൽ കോംപ്ലിക്കേഷൻ. ഒരുപാട് തരത്തിലുള്ള ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ പ്രോബ്ലംസിന് വഴിയൊരുക്കുന്ന കാര്യമാണ് യൂസേജ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇറ്റ് നെഗറ്റീവ്ലി ഇമ്പാക്ട്സ് മെന്റൽ ഹെൽത്ത്, കോൺട്രിബ്യൂട്ടിംഗ് ടു കണ്ടീഷൻസ് ലൈക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ്. ഡ്രഗ് അഡിക്ഷൻ സ്ട്രെയിൻസ് റിലേഷൻഷിപ്സ് ആൻഡ് സോഷ്യൽ കണക്ഷൻസ്, കോസിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഐസൊലേഷൻ. ഒരാൾക്കുള്ള ഫിസിക്കൽ മെന്റൽ ഹെൽത്ത് മാത്രമല്ല, അത് സൊസൈറ്റിയെ കൂടെ ബാധിക്കും. കാരണം ഒരാളും വേറെ ഒരാൾ, അവരുടെ ഫാമിലി ആണെങ്കിൽ അത് ബാധിക്കില്ലേ? ഒരു ഫാമിലി അവിടെ തകരുകയാണെങ്കിൽ അത് സൊസൈറ്റിയിൽ എത്രത്തോളം നല്ല രീതിയിൽ നിൽക്കേണ്ട ഒരു ഫാമിലി ആയിരുന്നിരിക്കാം. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ അവർ പുറകിലേക്ക് പോകും. അങ്ങനെ പല ഫാമിലീസ് വരുമ്പോൾ അത് അൾട്ടിമേറ്റ് റിസൾട്ട് ചെയ്യുന്നത് എവിടെയാണ്? സൊസൈറ്റിയിലാണ്. സോ റിലേഷൻഷിപ്പ് ആണെങ്കിലും സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിനാണെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ ഡ്രഗ് അബ്യൂസ് മതി അതിന് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാൻ. It also has broader societal consequences including crime, unemployment and economic burden. ഇതിൽ ഹാർഡിൻ ബി ജോൺസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് the difference between medicines and pleasure drugs എന്നുള്ളത്. ഓർമ്മയില്ലേ? ഇത് എസ്സേ ആയി മോഡൽ എക്സാമിന് വന്നിരുന്നു. അതാണ് ആരാ പറഞ്ഞ? അഷ്മൽ അല്ലേ പറഞ്ഞ? അഷ്മൽ നമ്മുടെ മാരത്തോൺ മോഡൽ എക്സാമിന് തൊട്ട് മുന്നേയുള്ള മാരത്തോൺ അറ്റൻഡ് ചെയ്തിരുന്നോ? ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് വിമൻ എംപവർമെന്റിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ജനറൽ ആയിട്ട് വരും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സും ഡിസ്കസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? വന്നിരുന്നോ? അതോ ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? ഓക്കെ, എന്തായാലും ഓർത്ത് വെച്ചോ. കാരണം യൂണിറ്റ് 1 പറയുന്നത് പോലെ ഒരുപാട് വിമൻ സ്റ്റോറീസ് നമ്മൾ ഡീൽ ചെയ്തതാണ്. ഹാർഡിൻ ബി ജോൺസിന്റെ എസ്സേ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എസ്സേ നിങ്ങൾക്ക് ഈ ഒരു വിമൻ എംപവർമെന്റ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, പിടിച്ചോളൂ. ഓക്കെ, യെസ്. ഓക്കെ, ഞാൻ റെസ്യൂമ് മാത്രമേ എഴുതിയുള്ളൂ. അതെന്താ? ഓഫർ ലെറ്റർ എഴുതിയില്ലേ?
ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ ഉറപ്പാണ് അല്ലേ. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എസ്സേ ക്വസ്റ്റ്യൻ, പ്രൊഫൈൽ റൈറ്റിംഗ്, റെസ്യൂമേ, അതേപോലെ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള ലെറ്റർ, ഇമെയിൽ റൈറ്റിംഗ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ബ്ലോഗും ബ്ലർബും. ഇത്രയും ഓർത്ത് വെക്കണം. നിങ്ങൾ ഇത്രയത്തിൻ്റെ ഫോമാറ്റും കോണ്ടന്റും എങ്ങനെ എഴുതണം എന്നുള്ളത് നോക്കി വെക്കണം എന്നുള്ളത് എക്സാമിൻ്റെ തലേ ദിവസം കൂടെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇതുപോലുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഉറപ്പ് തരുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. കാരണം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്തൂടെ. റിലേറ്റഡ് ടോപ്പിക്സ് ഏതൊക്കെ വരാം എന്നുള്ളതും ഹിന്റ് തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, യെസ്. Then prevention efforts should focus on raising awareness and promoting education about the risk of drug abuse. So we need to give awareness among especially കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചിൽഡ്രനിൽ തന്നെ നമ്മൾ അവയർനെസ് കൊടുക്കണം. Treatment and harm reduction strategies are essential to support individuals struggling with addiction and mitigate its harmful effects on individuals and communities. ഹാർഡൻ ബി ജോൺസ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇതാണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻ എന്ന് പറയുന്നത്. പ്ലഷർ ഡ്രഗ്സിന്റെ യൂസേജ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ആണ്, ടെമ്പററി ആണ്. പക്ഷേ അഡിക്ഷൻ വന്നു പോവുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ഫോർ ദം ടു കം ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ്. ഇത് ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ബ്രേക്ക് ഡൗണിന് റിസൾട്ട് ചെയ്യും. ഒരുപാട് പേര് ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദ ഹാർംഫുൾ ഇഫക്ട്സ് ഓൺ ബ്രെയിൻ അല്ലെ. ബ്രെയിനിന് ഇത് എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളത് പലരും അവെയർ അല്ല. സോ എന്താണ്, വി ഷുഡ് ഗീവ് അവെയർനെസ് എമംഗ് എസ്പെഷ്യലി ടു ചിൽഡ്രൻ, ലൈക്ക് ഡിസ്കസിങ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദിസ് ഡ്രഗ് അബ്യൂസ്. ബിക്കോസ് ഹിപ്പോക്രറ്റസ് തൊട്ടുള്ള കാലം തൊട്ടേ മെഡിസിൻസ് യൂസ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മൾ എന്താണ്, അതിന്റെ പല ഓൾട്ടർനേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക്ക് വി ആർ യൂസിങ് ഇറ്റ് ഫോർ എ മൊമെന്റ് അല്ലെ, ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഒരു ഹാപ്പി മൊമെന്റ്, ഇറ്റ്സ് റിയലി ടെമ്പററി. ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. ചാർലി മിസ്സേ, എന്താണ് ചാർലി, എവിടെയായിരുന്നു? മിസ് പ്രൊഫൈൽ ഉണ്ടോ? മോഡൽ എക്സാമിന് ഇല്ലായിരുന്നു. പ്രൊഫൈലൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള, മോഡൽ എക്സാമിന് ഇല്ലായിരുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. പ്രൊഫൈൽ റൈറ്റിങ്ങിന് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ, ഒരാളെക്കുറിച്ച് എഴുതാനായിട്ട് തരുകയാണെങ്കിൽ അറിയാമെങ്കിലും ഇല്ലെങ്കിലും വരീഡ് ആവേണ്ട. കാരണം എഴുതേണ്ട ടോപ്പിക്സ് അത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. നല്ലൊരു ലാംഗ്വേജ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുക. ട്രൈ ടു ഓർഗനൈസേഷൻ ഓഫ് ദിസ് ഐഡിയാസ് ഏറ്റവും നല്ല രീതിയിൽ പോസിബിൾ ആക്കുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ടൈം കിട്ടിയില്ല ടീച്ചർ, ക്ലാസ്സിൽ വന്ന ടീച്ചർ സ്പോട്ടിൽ തന്നെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി. ബെല്ലടിച്ചാൽ ആ ഒരു സമയം എന്തിനാണ് ബെല്ലടിക്കുന്നത്? ആ സ്പോട്ടിൽ പേപ്പർ വാങ്ങാനാണ്. അത് ടീച്ചറിന്റെ കുറ്റമല്ല. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ. അത് നോക്കിക്കോണം. അങ്ങനത്തെ പോലുള്ള ടൈം ലിമിറ്റ്, ടൈം പ്രശ്നം വരുന്നത് മെയിൻലി നിങ്ങൾ വെയിറ്റേജ് മാർക്ക് നോക്കാതെ എഴുതുന്നത് കൊണ്ടാണ്. ഒരേ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 മാർക്സ് 4 മാർക്സ് 6 മാർക്സ് 8 മാർക്സിനൊക്കെ എഴുതാനായിട്ട് പറ്റും. അത് നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് എത്രത്തോളം ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. അത് മാർക്കിന്റെ രീതിയിൽ ഔട്ട്പുട്ട് വരണമെങ്കിൽ എത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് ഇൻപുട്ടായിട്ട് ഐഡിയാസ് ഓർത്തിട്ട് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് നോക്കണം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കുക. Okay, yes. Next question, okay. Read the excerpt and answer the question that follow. The program developed very organically over years, like a soup made by chef, tossing in what's needed after each toasting. A blend of all its own. The stock ingredients were basic English and maths to a dash of value, self-esteem and confidence. Which program is referred to here? Akansha. Who are referred to as chef. The chef referred to here are the instructors or volunteers who supported Shaheen Mystery. Pick out the word from the excerpt that means naturally, organically. So, Didi by Shaheen Mystery. Personal note ആണ്. Shaheen Mystery ആരായിരുന്നു? നമ്മുടെ ഇർഫാൻ ആലത്തിൻ്റെ സമ്മാൻ ഫൗണ്ടേഷൻ ആയിരുന്നെങ്കിൽ ഷഹീൻ മിസ്ട്രിയുടെ ഏതാണ്? ആകാംക്ഷ ഫൗണ്ടേഷനാണ്. ഓർത്ത് വെച്ചോണം. ഇതിൽ ആരായിരുന്നു ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി തരുമോന്ന് ചോദിച്ചത്? ആരായിരുന്നു അത്? മിസ് ഉണ്ണിക്കുട്ടനല്ലേ ചോദിച്ചത്? ഉണ്ണിക്കുട്ടൻ പോയോ? മിസ് ദീദിയുടെ സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കി പറയുമോ എന്ന് ചോദിച്ച ഉണ്ണിക്കുട്ടൻ പോയോ? അമർനാഥ് എവിടെയായിരുന്നു എൻ്റെ അമർനാഥ്? ഇപ്പോൾ ഇതാ 8 o'clock 6:30 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ലേറ്റ് ആയി പോയിട്ടോ. 6:30 കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓർത്ത് വെച്ചോണേ.
നമ്മുടെ മെയിൻ ടോപ്പിക് എന്തൊക്കെയാണ്? ഉണ്ണിക്കുട്ടൻ പോയോ? ഉണ്ണിക്കുട്ടനാണ് ചോദിച്ചത്. ലൈക്ക് സമ്മറി ഓഫ് ദ ചാപ്റ്റർ. ദീദി ഇവിടെ ഇല്ല, പോയോ? ദീദിയുടെ സമ്മറി എന്താണ്? ഷഹീൻ മിസ്ട്രിയുടെ പേഴ്സണൽ നോട്ടാണ്. ഷീ ഈസ് ബേസിക്കലി എബ്രോഡ് ആണ്, പക്ഷേ ഡ്യൂറിങ് ഹർ സമ്മർ വെക്കേഷൻ ഷീ യൂസ് ടു വിസിറ്റ് ഇന്ത്യ. അങ്ങനെ ഒരു യാത്രയിൽ ഷീ കംസ് അക്രോസ് എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ, ലൈക്ക് 2 എക്സ്ട്രീംസ് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പുവർ ആണെങ്കിലും റിച്ച് ആണെങ്കിലും 2 എക്സ്ട്രീംസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്നുള്ളൊരു റിയാലിറ്റി ഷീ അണ്ടർസ്റ്റുഡ്. ലൈക്ക് ഒരു കാഴ്ചയുണ്ട്, പാർട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് മദർ ഹു ഇസ് ട്രൈങ് ടു ഫീഡ് ഹർ ബേബീസ്, ലൈക്ക് 1 piece of bread വെച്ചിട്ട് ലൈക്ക് 3 to 4 കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയം ഭയങ്കര പാർട്ടിങ് ഓൾ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട് വന്ന് കാണുന്ന കാഴ്ച ഇതാണ്, മദർ ഹൂ സ്ട്രഗ്ലിംഗ് ടു ഫീഡ് ഹർ ബേബീസ് എന്നുള്ളതാണ്. അപ്പോൾ 2 എക്സ്ട്രീംസ് ആണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഇന്ത്യ എന്ന് പറയുന്നത് റിച്ച് പുവർ എന്ന് പറയുന്ന 2 എക്സ്ട്രീംസ് ഉള്ള രാജ്യമാണ്. സോ ബീങ് ആൻ ഇന്ത്യൻ ഐ ഷുഡ് ഡു സംതിങ് ടു മൈ കൺട്രി എന്നുള്ളൊരു റിയലൈസേഷൻ വരികയും പിന്നീട് ഷീ എന്താണ് decided to stay back in India. അങ്ങനെ under 2 conditions by her parents, that first of all she need to enroll into a local university, അത് local college, അത് കഴിഞ്ഞിട്ട് further studies abroad പോകണമെന്ന് parents 2 conditions പറയും. She said yes to that, and after that ഒരു കോളേജിൽ എൻറോൾ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സ്ലം ലൈഫിലേക്ക് ശരിക്കും ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സാഡ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ഫ്രം there she understood the fact that over 10,000 ആൾക്കാരാണ്, 10,000 ഒരു സ്ലം ഏരിയയിൽ ജീവിക്കുന്നത്. അവർക്ക് ഇത്രയും 10,000 ആൾക്കാർക്കും കൂടെ യൂസ് ചെയ്യാൻ ചിലപ്പോൾ 6 to 7 ടോയ്ലറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവില്ല, പ്യുവർ വാട്ടർ അവർക്ക് അവൈലബിൾ ആയിരിക്കണം എന്നില്ല, എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല. ഇതൊക്കെ അവരെ വല്ലാണ്ട് തകർത്തി. ആൻഡ് ആ ഒരു സ്ലമ്മിൽ നിന്ന് സന്ധ്യ എന്നുള്ളൊരു പുവർ ലേഡി അവർ പരിചയപ്പെടും. ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ലൈക്ക് സന്ധ്യ എന്ന് പറയുന്നത് is of the same age and they don't know the languages each other, so they conveyed through smile. അവർ മെസ്സേജസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചാണ് കൺവേ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അത്രയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സന്ധ്യയുടെ വീട്ടിലിരുന്നിട്ട് ആഫ്റ്റർ ദ ക്ലാസ്, ഈവനിങ് ക്ലാസ് ആയിട്ട് സന്ധ്യയുടെ വീട്ടിലിരുന്നിട്ട് സ്ലം കുട്ടികൾക്കായിട്ട് അറൌണ്ട് 5 to 6 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ വൈൽ ഗിവിംഗ് ക്ലാസ്സസ് ടു ദം ഷി അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ നോട്ട് റിയലി ഫ്രീ. സ്ലമ്മിലുള്ള കുട്ടികളാണ്, അവർ പഠിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ മൈൻഡ് ഫുൾ ക്ലിയർ ആയി റിലാക്സ് ചെയ്തിട്ടല്ല ഇരിക്കുക. ദർ ആർ സർട്ടൻ അതർ തിങ്സ് ദാറ്റ് ആക്ച്വലി ഹോണ്ട് ദം. അപ്പോൾ അവർക്ക് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഷീ ക്യാൻ ഗിവ് ടു ദി സ്ലം ചിൽഡ്രൻ ഇസ് ദാറ്റ് ഗിവ് them a proper space for education. ഒരു സ്കൂൾ എൻവയോൺമെൻറ്റ് അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിറ്റിയിലുള്ള പല സ്കൂൾസിനെയും അവർ ചെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ they all rejected this particular thing because nobody wants to enter the slum children into their prestigious institution. Finally ഒരു സ്കൂൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈവനിങ് ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ലെറ്റേഴ്സും എഡ്യൂക്കേഷനും കൊടുത്തു തുടങ്ങുന്നു. ഫൈനലി ഷി ഫൗണ്ടഡ് ദിസ് ആകാംക്ഷ ഫൗണ്ടേഷൻ. ജസ്റ്റ് 3 to 5 സ്റ്റുഡൻസ് സ്ലം ചിൽഡ്രനിൽ നിന്ന് തുടങ്ങിയത് now more than 3,500 സ്റ്റുഡൻസ് ഉള്ള more than 15 ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുന്ന ഒരു കാഴ്ചയാണ് ആകാംക്ഷ ഫൗണ്ടേഷനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ പേഴ്സണൽ സ്റ്റോറി ബൈ ഷഹീൻ മിസ്ട്രി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഉണ്ണിക്കുട്ടൻ. അമർനാഥ് മാക്സിമം 750 ആകുമ്പോഴേ എത്താൻ പറ്റുന്നുള്ളൂ ആണോ? ഞാൻ മലയാളം എക്സാമിന് 4 മാർക്ക് ക്വസ്റ്റ്യന് കൊടുത്ത് ഇനി 2 പേജാണ്. എന്താണ്? ഞാൻ മലയാളം എക്സാമിന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് കൊടുത്തത് ഇൻപുട്ട് 2 പേജാണ്. എന്നിട്ട് മലയാളം എക്സാം നിനക്ക് എസ് ഒക്കെ എഴുതാൻ സമയം കിട്ടിയോ? 2 മാർക്കുള്ളതാണെങ്കിൽ ഇത്രയത്തിൽ നിർത്തണം. അപ്പോൾ കാരണം 8 മാർക്സിന് ഇത്രയും എഴുതാനായിട്ട് നിങ്ങൾക്ക് വരും. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നോക്കിക്കോണം മാർക്ക് അനുസരിച്ച്. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെ തെറ്റാണ് ഉണ്ണിക്കുട്ടന് ദീദിയുടെ സ്റ്റോറി മനസ്സിലായോ? അതും കൂടെ പറഞ്ഞേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. The postal assistant in Post Early for Christmas quits her job commenting, "I'm going down the road to work at the animal dispensary. Animals don't do such silly things like human beings." Do you think it was an appropriate remark on the part of a responsible official like the postal assistant? Express your opinion in a paragraph. Post Early for Christmas വളരെ ഫണ്ണി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ at the end of the story എന്താണ് പറയുന്നത്? She is saying that I don't want to work here because it's better for me to work ഇവിടെ animal dispensary because they are not, animals don't do such foolish things or silly things like humans do എന്നാണ് പറയുന്നത്. ഇത്
ഒരു ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ ഒരു നല്ല കമൻ്റ് ആണോ? വോട്ട് യു തിങ്ക്? നിങ്ങളുടെ പേഴ്സണൽ സജഷൻസ് പറയാനാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. പോസ്റ്റൽ അസിസ്റ്റന്റ് ബേസ് ചെയ്തിട്ട് വാട്ട് ഈസ് ദ തീം ഓഫ് ദ പ്ലേ എന്ന് മാത്രമല്ല ചോദിക്കുക, ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സൗണ്ട് കുറച്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബട്ട് ഇറ്റ്സ് ഓക്കെ. യെസ്, ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും? ഇൻ മൈ വ്യൂ, അതായത് പേഴ്സണൽ സജഷൻ എന്താണ്, വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ് ഓൺ ദിസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയി എന്നുള്ള രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അവർ പറഞ്ഞു അല്ലെങ്കിൽ അവൾ പറഞ്ഞു എന്നുള്ള രീതിയിലല്ല, പേഴ്സണൽ സജഷൻ ആണ്, സോ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, യെസ്, അതായത് ഐ. In my view, the postal assistant remark about quitting her job to work at an animal dispensary was not appropriate. നിങ്ങളുടെ അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾക്കുണ്ട്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും കൺവിൻസിങ് ആയിരിക്കണം ആ ഒരു കമൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സിനാൻ നിസാർ, ഹേ ഗായ്സ്, ഹലോ ഗായ്സ്, എവിടെയായിരുന്നു? 8 മണി കഴിഞ്ഞല്ലോ, 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് ആണ് കേട്ടോ മിനി മാരത്തോൺ എന്ന് പറയുന്നത്. And it's important, continue ചെയ്യണേ, it's important for someone in a responsible position like hers to show professionalism and respect for their work. അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇത്രയും കുറഞ്ഞ കാണരുത് അല്ലെ, ഹ്യൂമൻ ബേസ്. കാരണം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഇതുപോലുള്ള അപ്രോപ്രിയേറ്റ് അല്ലാത്ത ഡയലോഗ്സ് we don't suggest. Calling postal duties silly is disrespectful and does not reflect well on her commitment to serving the community. Instead of quitting abruptly, she could have looked for ways to address any issue she had with her job in a more constructive manner. Professionalism maintain ചെയ്തിട്ട് വളരെ കൈൻഡ് ആയിട്ട്, കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സില്ലിയാണ്, അതിൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ മനുഷ്യർ ചെയ്യില്ല, അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ ടു വർക്ക് വിത്ത് ആനിമൽസ് എന്ന് പറയുന്നത് ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ പറയുന്നതല്ല, ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അവിടെ ഇല്ലാതാകുന്നത്. സോ ദ വേ ഷീ പെർഫോംഡ് അല്ലെങ്കിൽ ദ വേ ഷീ റിയാക്ട് എന്ന് പറയുന്നത് വാസ് നോട്ട് അപ്രോപ്രിയേറ്റ്. ഓക്കെ, നിങ്ങളുടെ സജഷൻ ഇപ്പൊ അത് അപ്രോപ്രിയേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സജഷൻ കൺവിൻസിങ് ആയിരിക്കണം. അങ്ങനെ ആണ്, കാരണം ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിന്റ് ആയിരിക്കും ചാപ്റ്റർ വായിക്കുമ്പോൾ കിട്ടുക. കൺവിൻസിങ് ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. The story Matchbox begins like this. I always compare women to matchboxes. What qualities of a woman are highlighted by Aisha Purna Devi in this comparison? Attempt the answer in a paragraph. Paragraph എന്ന് പറയുമ്പോൾ പാരഗ്രാഫിൽ തീർക്കണം. സോ എന്താണ് പറയുന്നത്? മാച്ച് ബോക്സ് ആണ്, ലൈക്ക് ഡേഞ്ചർ ആണ് അല്ലേ, അവർ ഭയങ്കരമായിട്ട് തൊട്ടാൽ പൊള്ളും എന്നുള്ളൊരു അവസ്ഥയിലാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതുപോലുള്ള സപ്രഷൻ വന്നാണ് അവസാനം പൊട്ടിത്തെറിക്കും എന്നുള്ളത്. മാച്ച് ബോക്സ് ഒരുപാട് ഇതിന് മുന്നേ ഡിസ്ക്രൈബ് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ടോം മാത്യു, ഹലോ ടോം, എവിടെയായിരുന്നു? ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂല്ലോ ടോം. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരുടെ അടുത്ത് പറയട്ടെ, ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്. അത് ഓക്കെ ആയിന്ന് തോന്നുന്നു, ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ മാറിയിട്ട് ഓക്കെ ആയിന്ന് തോന്നുന്നു. അത് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക, കാരണം അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഫുൾ ബാക്കപ്പ് സപ്പോർട്ടും ആയിട്ട് എല്ലാ നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. Okay, yes. Prepare a write-up on the social cultural changes satirized by Chemanam Chako in the poem Rise. Rise എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ന പോയത്തിൽ സാറ്ററിക്കൽ എലിമെന്റ്സ്, ട്രേസ് ഔട്ട് ദ സാറ്ററിക്കൽ എലിമെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു സാറ്റർ ബേസ് ചെയ്ത് വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും? ചെമ്മനം ചാക്കോസ് പോയം റൈസ് ക്രിറ്റിക്സ് സൊസൈറ്റൽ ചേഞ്ചസ് പെർട്ടിക്കുലർലി അമംഗ് ഫാമേഴ്സ് അല്ലെ. ആ ഒരു ക്യാഷ് ക്രോപ്പ്, നമ്മുടെ ക്യാഷ് ക്രോപ്പിലേക്ക് അവർ മാറിയ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ച് എത്രത്തോളം അയാളെ ബാധിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ദെൻ അത്തിക്കര റൈസ് അല്ലെ, അതൊരു സാറ്ററിക്കൽ എലമെന്റ് ആണ്. നോർത്ത് ഇന്ത്യയിലാണ്, അവർ ഉണക്ക ചപ്പാത്തി കഴിച്ച് ക്ഷീണിച്ചു, നാളുകൾക്ക് ശേഷം ലൈക്ക് ആഫ്റ്റർ ലോങ് 4 years he is coming back to have very yummy tasty food made up of എന്താ അത്തിക്കര റൈസ് കൊണ്ടിട്ടുള്ളത്. പക്ഷെ അത്തിക്കര റൈസ് പോയിട്ട് അവിടെ ആ ഒരു നെൽപ്പാടം പോലും ഇല്ല, ബിക്കോസ് എവറി വൺ ഹാസ് ചേഞ്ച് ടു വാട്ട് ക്യാഷ് ക്രോപ്സ് പോലുള്ള റബ്ബർ പോലുള്ള ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. സോ ഒരു സഡൻ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമേഴ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇതൊക്കെ സാറ്ററിക്കൽ എലമെന്റ്സ് ആണ്. ഓക്കെ, ദ ഫാമേഴ്സ് ഹാവ് ടേൺ ടു ക്യാഷ് ക്രോപ്സ്. യെസ്, കറക്റ്റ്.
The poem highlights the irony of the chief minister seeking more food grains while rice becomes scarce. അതായത് ഈ ക്യാഷ് ക്രോപ്സിന്റെ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ക്യാഷ് ക്രോപ്സിന്റെ മുകളിൽ കൂടെ പറന്നു പോകുന്നുണ്ട് ചീഫ് മിനിസ്റ്റർ ഗ്രെയിൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അരിയില്ല അല്ലേ. ഇതൊക്കെ എന്താണ്? ഭയങ്കരമായിട്ടുള്ള സാറ്റർ അല്ലേ കാണിക്കുന്നത്? ക്രിറ്റിസിസം ആണ്. സാറ്റർ എന്നുള്ള രീതിയേക്കാൾ കൂടുതലും സോഷ്യൽ ക്രിറ്റിസിസം ആണ് അവിടെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ദ സൺസ് ഡോക്ടറൽ ഡിഗ്രി ബിക്കംസ് യൂസ്ലെസ് വിതൗട്ട് ദ ഹാർസ് നീഡ് ഫോർ ഹിസ് റിസർച്ച് ഷോക്കേസിംഗ് ദ ഇമ്പാക്ട് ഓഫ് സൊസൈറ്റൽ ചേഞ്ചസ് ഓൺ ലൈവ്ലിഹുഡ്. ദ പോയം ഇസ് ഫിൽഡ് വിത്ത് സർക്കാസം ആൻഡ് ബിറ്റർനെസ് ടുവേർഡ്സ് ദി സോഷ്യോ കൾച്ചറൽ ഷിഫ്റ്റ്. അതായത് ചോറ് അത്തിക്കര റൈസ് കൊണ്ടിട്ട് ചോറ് കഴിക്കാൻ വന്ന് നിൽക്കുമ്പം ബ്രദർ എന്താണ് ചെയ്യുന്നത്? ഈ ഗോതമ്പ് പൊടിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു ഫ്ലോർ കൊണ്ടായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പേഴ്സൺ ഹൂ ഹാഡ് ദിസ് എമൗണ്ട് ഓഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ അവിടെ റബ്ബർ മെഷീൻ ഇൻസ്റ്റോൾ ചെയ്യുന്ന കാഴ്ച. ഇവിടെ ചീഫ് മിനിസ്റ്റർ ക്യാഷ് ക്രോപ്സിന്റെ മുകളിൽ കൂടെ ഗ്രെയിൻസ് സീക്ക് ചെയ്യാനായിട്ട് പറത്തു പോകുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? സാറ്ററിക്കൽ എലമെന്റ്സ്, ഐറണി, പ്യുവർ ഐറണി ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഐറണി എന്താണ് കാണിക്കുന്നത്? സോഷ്യൽ ക്രിറ്റിസിസം കൂടിയാണ് കാണിക്കുന്നത്. സോ റൈസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ട്രേസ് ഔട്ട് ദ സാറ്ററിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ ദ യൂസേജ് ഓഫ് ഐറണി ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. സിനാൻ ഹലോ സിനാൻ, ലേറ്റ് ആയിപ്പോയല്ലോടാ. എവിടെയായിരുന്നു? 6:30 നമ്മുടെ ടൈം എപ്പോഴാണ്? 6:30 ആണ് കേട്ടോ മാരത്തോണിൻ്റെ. അത് മറന്നു പോകരുതേ. കാരണം എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നറിയോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിലുള്ളത്. കാരണം ഇംഗ്ലീഷ് ആണ്, ലാംഗ്വേജ് ആണ്. ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മാത്രം പഠിച്ചു എന്ന് കരുതിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആയി മാറാം എന്നുള്ളതും കൂടെ ഷോറി പറഞ്ഞിട്ട് കാര്യമില്ല സിനാൻ. ഇവിടെ ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. 6:30 കയറണേ. ഇനി എല്ലാ ലൈവും മിനി മാരത്തോണും മെയിൻ മാരത്തോണും ഒക്കെ വരുന്നത് 6:30 ആയിരിക്കും. ഓക്കെ, നിങ്ങളെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യും. മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. കാരണം കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇനി എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. അടുത്ത ചാപ്റ്റർ നോക്കിക്കേ, ഹൊറഗല്ലു. വാട്ട് ഡു യു മീൻ ബൈ ഹൊറഗല്ലു? ഒന്ന് കമന്റ് ചെയ്തേ. സിനാൻ ഒന്ന് പറഞ്ഞേ, വാട്ട് ഡു യു മീൻ ബൈ ഹൊറഗല്ലു? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ. Redna and Sudhamurthi's grandfather served the society by devoting their precious time to listen to others. Stone bench. Okay, Horgallu means stone bench. Correct. Stone bench ന്റെ കൂട്ടത്തിൽ എന്താ ഉള്ളത്? A stone bench which is used to, എന്തിനാ ഈ സ്റ്റോൺ ബെഞ്ച് യൂസ് ചെയ്യുന്നത്? അതും കൂടെ പറഞ്ഞേ. ഇർഫാൻ, hello Irfan. My question to you is that what is the meaning of the word Horgallu? പറഞ്ഞേ. ഇർഫാൻ ആണെങ്കിലും സിനാൻ ആണെങ്കിലും പറഞ്ഞു. സിനാൻ ഇട്ടോ സ്റ്റോൺ ബെഞ്ച് ആണെന്ന് പറഞ്ഞു. ആൻഡ് വൈ ഡു വി യൂസ് ദ സ്റ്റോൺ ബെഞ്ച്? ടു ബെയർ വെയിറ്റ് അല്ലേ? അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ രത്നയും സുധാമൂർത്തിയും എന്താണ് പറയുന്നത്? ദേ സ്പെൻഡ് ദെയർ വാല്യുബിൾ ടൈം ടു ലിസൺ ടു ദ കംപ്ലയിൻസ് ആൻഡ് വറീസ് ഓഫ് അതേഴ്സ് എന്നാണ് പറയുന്നത്. ദീസ് ലിവിംഗ് എക്സാമ്പിൾസ് ഹാവ് ഇൻസ്പയർഡ് യു ടു കോൺട്രിബ്യൂട്ട് ആൻ എസ്സേ ടു ദ ന്യൂസ് ലെറ്റർ ഓഫ് യുവർ സ്കൂൾ. റൈറ്റ് ദ എസ്സേ ഓൺ ദ ടോപ്പിക് റോൾ ഓഫ് ഗുഡ് ലിസണേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി മൈൻഡ്സ്. ഹൊറഗല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഗ്രാൻഡ് ഫാദറിന്റെ രത്നയുടെ ക്യാരക്ടർ സ്കെച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ ഇത് എഴുതാനായിട്ട് പറ്റുമോ? അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ ഗുഡ് ലിസണർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ ക്വസ്റ്റ്യൻ വന്നത്? കണ്ടോ? റോൾ ഓഫ് ഗുഡ് ലിസണേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് ഹെൽത്തി മൈൻഡ്സ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരെണ്ണം വരികയാണെങ്കിൽ ക്ലിയർ ഇല്ല. എന്ത് ക്ലിയർ ഇല്ല? എന്താണ് ക്ലിയർ അല്ലാത്തത് സിനാൻ? അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും? സംടൈംസ് ബീയിങ് എ ഗുഡ് ലിസണർ ഇസ് ഓൾ യു ക്യാൻ ഡു. കാരണം യു ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം അതേഴ്സ്. യു ആർ ജസ്റ്റ് ബീയിങ് യു ആർ ഗിവിങ് ആൻ ഇമോഷണൽ സപ്പോർട്ട് ടു അതേഴ്സ് എന്നുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? ഇവിടെ ഗ്രാൻഡ് ഫാദറും രത്നയും ഇതേപോലുള്ള ബീയിങ് ഗുഡ് ലിസണേഴ്സിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ആൻഡ് ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക് അല്ലേ? റിട്ടേൺ അവരൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർക്ക് ഒരാൾ കൂടെയുണ്ട് എന്നുള്ളൊരു മെന്റൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദേ ഫീൽ ലൈക്ക് ഓക്കെ ദേ ആർ നോട്ട് എലോൺ, ദർ ഇസ് സമൺ ഹു ഇസ് ടേക്കിംഗ് കെയർ ഓഫ് മീ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തുടങ്ങിയ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരിക്കലും സ്ക്രീന് ക്ലിയർ അല്ലാന്നോ? ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? വൈറ്റിൽ ബ്ലാക്ക് ആയിട്ട് ക്ലിയർ അല്ല? ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. നോക്കാം. ദെൻ നിങ്ങൾ ഇനി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? ഇങ്ങനെ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും ഒരു പൈ ചാർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വന്നുകൂടായിക ഇല്ലല്ലോ. ഓക്കെ,
ദ പൈ ഡയഗ്രാം ഇവിടെ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ദ പൈ ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് ദ ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ഓഫ് യൂത്ത് ഇൻ ദ സെലക്ഷൻ ഓഫ് ദിയർ കരിയേഴ്സ് ആൻഡ് ഫീൽഡ് ഓഫ് സ്റ്റഡി. പക്ക ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നത്തിങ് റിലേറ്റഡ് ടു ദ ചാപ്റ്റേഴ്സ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ്. ഹിൻസ് എന്ന് പറയുന്നത് അതായത് ഷെഫ്, hospital management, creative artists, dancers, musicians, painters, etc. What helps you decide your choice of a career? What are the reasons for these varied preferences? Prepare a write-up on the career choices of the present generation. ഇങ്ങനെ ഒരു പൈ ചാർട്ട് ഒക്കെ തന്നു എന്ന് കരുതിയിട്ട് ഇത് ഇംഗ്ലീഷ് എക്സാം അല്ലേ ദൈവമേ എന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, ഇതാ prepare a write-up on the career choices of the present generation. പ്രസന്റ് ജനറേഷൻ്റെ കരിയർ ചോയ്സ് എന്താണെന്ന് ഒരു എസ്സേ എഴുതാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നതും കേട്ടോ. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് ടീച്ചേഴ്സ് 10% ആണ്, MBA ഗ്രാജുവേറ്റ്സ് 50% ആണ്, ഡോക്ടേഴ്സ് 15%, എഞ്ചിനീയേഴ്സ് 15%, ഷെഫ്സ് 5%, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് 5%, ജേർണലിസ്റ്റ് 7%, ഡിഫൻസ് പേഴ്സണൽ 11%, അങ്ങനെ പലത് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കരിയർ ചോയ്സ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സോ അതെന്താണ് ഉള്ളത്, എങ്ങനെ ഒരു പൈ ഡയഗ്രാം ഇൻ കേസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. Pie diagram reflects changing career preferences among youth. Okay, we know that. Historically, medicine and engineering were dominant choices, but now options are more diverse. Medicine, engineering and MBA programs still popular, each attracting 50% of youth. Defense personnel and teaching also favored with 11 and 10% preferences respectively. Skilled jobs, journalism and animation attract 8% and 7% of youth respectively. Creative arts and hospitality management each garner 5% preference. Photography least favored with only 2% opting for it. Career decisions influenced by desire for success, societal status and lifestyle comfort. Traditional emphasis on prestigious professions like doctors and engineers shifting with increased career options. Parents, teachers and societal norms play significant roles in shaping youth career aspirants. അതായത് രമണ, എന്താണ് ഈ പൈ ചാർട്ടിൽ തന്നിരിക്കുന്ന ടോപ്പിക്? കരിയർ പ്രിഫറൻസ് അമംഗ് യൂത്ത് ആണ്. അതാണ് ഈ ഒരു പൈ ചാർട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം. ദെൻ നിങ്ങൾ ഒരു കരിയർ യൂത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കൊടുക്കാൻ, ജനറൽ ആയിട്ടൊരു സെൻറ്റൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഹിസ്റ്ററിക്കലി അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ട് നമ്മൾ കാണുന്ന ഫാഷൻ എന്ന് പറയുന്നത് വാസ് റിയലി ഇൻ ടു ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ്, ബട്ട് നൗ ഈ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. വി ഹാവ് എ ലോട്ട് മോർ. സോ അവിടെ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഡയഗ്രാമിൽ ചാർട്ടിൽ തന്നേക്കുന്ന പോലുള്ള പെർസെൻറ്റേജ് ഏതൊക്കെ ഓരോ കരിയറും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് കൊടുത്ത് ഇവിടെ കണ്ടോ, ട്രഡീഷണൽ എംഫസിസ് ഓൺ പ്രസ്റ്റീജിയസ് പ്രൊഫഷൻസ് ലൈക്ക് ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയർ ഷിഫ്റ്റിംഗ് വിത്ത് ഇൻക്രീസ് കരിയർ ഓപ്ഷൻസ്. പണ്ട് ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള കരിയർ ഓപ്ഷൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിലൊരു ഷിഫ്റ്റ് കാണുന്നുണ്ട്. പുതിയ ഒരു സ്കിൽ ബേസ് ലേബറിലേക്ക് വരുന്നുണ്ട്. ഒരു ഫാഷൻ മാറിയിട്ടുണ്ട്. പേരൻസ്, teachers and societal norms play significant roles in shaping youth career aspirations. So ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് കൊടുക്കുന്നത് ആരാണ്? ഒബ്വിയസ്ലി ടീച്ചേഴ്സും അതേപോലെ തന്നെ കരിയർ ഗ്രൂപ്പ്സും പേരൻസും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇവരെ ഷേപ്പ് ചെയ്യുന്നത് തുടങ്ങിയിട്ടൊരു ജനറൽ കൺക്ലൂഡിങ് സെൻറ്റൻസ്. ഓക്കെ, പൈ ഡയഗ്രാം കണ്ടു എന്ന് കരുതിയിട്ട് പേടിച്ച് പോകരുത്. ടോപ്പിക് എന്താണെന്ന് ആ ഒരു ക്വസ്റ്റ്യനിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. പക്ഷേ ഒരു റൈറ്റപ്പ് എഴുതാൻ പൈ ഡയഗ്രാം തന്നിട്ട് എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള നമ്പേഴ്സും വാല്യൂസും കൂടെ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അത്രേ ഓർത്താൽ മതി. പഠിച്ചിട്ട് ആരാ നന്നായെന്നോ? പഠിച്ചിട്ട് നന്നാകാത്തവരായിട്ട് ആരാ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. പഠിച്ചിട്ട് ഒരു ഗുണം ഇല്ലാതെ പോയത് ആരാ ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. ദസ്നി, ഹലോ. ഇതെല്ലാം ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മുടെ എക്സാമിന് വരുന്നതാണ് കേട്ടോ ഇർഫാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റീഡ് ദ പോയം ഗിവൻ ബിലോ, കമ്പയർ ദ പോയം വിത്ത് മെൽറ്റിംഗ് ബോൾ. നിങ്ങളുടെ ഇത്തവണത്തെ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള പോയം ഏതാണ്? ആരും നന്നായിട്ടില്ല. ദസ്നി മൈൻഡ് ചെയ്യോ പ്ലീസ്. ദസ്നിയെ ഞാൻ വെൽക്കം ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി വെൽക്കം ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം എത്ര മണിയായി? 8:30 ആവുന്നില്ലേ? നമ്മൾ 6:30, 2 hours ലേറ്റ് ആയി പോയല്ലോടാ. ഫിലിം റിവ്യൂ മോഡലിന് വന്നിരുന്നു, അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് പറയാമോ? റിവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഫിലിം റിവ്യൂ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയേണ്ടത്. ഒരു ചാപ്റ്റർ തന്നിട്ട് ഒരു പോയം തന്നിട്ട് അതിൻ്റെ സമ്മറി എങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ സമ്മറി നിങ്ങൾ എങ്ങനെ എഴുതാൻ പോകുന്നത്? പോയം ഏതാണ്, ആരാണ് പോയറ്റ്, ദെൻ സമ്മറി ഓഫ് ദ ഇത് ഒക്കെയാണ് പറയുന്നത്. അതേപോലെ ഒരു ഫിലിം തരികയാണെങ്കിൽ
ആരാണ് ഫിലിം, ഡയറക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വാട്ട് ഈസ് ദ സ്റ്റോറി ഫുൾ എഴുതി വെച്ചിട്ട് അതൊരു റിവ്യൂ ആക്കി മാറ്റാൻ നോക്കരുത്. സമ്മറി എങ്ങനെയാണോ ഒരു പോയത്തിൻ്റെ എഴുതുന്നത് അതേപോലെ ജസ്റ്റ് സമ്മറി മാത്രം എഴുതുക. പിന്നെ ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്, അതിൻ്റെ ടെക്നിക്കൽ സൈഡില്ലേ, നിങ്ങൾക്ക് ആ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് എന്താണ്, ടെക്നിക്കൽ സൈഡാണോ, ലിറിക്സ് ആണോ, ക്യാമറയാണോ, സൗണ്ട് ഇഫക്ട്സ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് എടുത്തെഴുതാനായിട്ട് അറിയാവുന്ന സംഭവങ്ങളല്ലേ. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ റിവ്യൂ, ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ആ സിനിമയെക്കുറിച്ച് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് അതേപോലെ തന്നെ എഴുതുക. ലൈക്ക് സമ്മറി ഓഫ് ദ സ്റ്റോറീസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് പറയുമ്പോഴത്തേക്ക് ലിറിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ക്യാമറ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും മെസ്സേജ് കാണിക്കുന്നുണ്ടോ, സിനിമാറ്റോഗ്രഫി എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, എന്താണ് ഈ സിനിമയെ ബാക്കി സിനിമയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ആൻഡ് എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ചിത്രമാണോ, തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ അതൊരു റിവ്യൂ ആയി മാറും കേട്ടോ. ദെൻ ഓക്കെ മാം, സെബ ആണോ ഓക്കെ. ഹലോ 9 വരെ ക്ലാസ് ആക്കാം, 9 വരെ വേണമെങ്കിൽ ക്ലാസ് ആക്കാം, 9 അല്ല 9:30 വരെ ആണെങ്കിലും ആക്കാം. 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് സൗണ്ടിന് കുറച്ചൊരു പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഓക്കെ അല്ലേ സിനാൻ? ഐഷ, ഹലോ ഗായ്സ്. ഓക്കെ മാം, കോൾ മീ സെബ. ഓക്കെ സെബ, 6:30 എടാ, ഇനി ഓർത്ത് വെച്ചോണം, 6:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ജോബ് ലെറ്റർ വിത്ത് റെസ്യൂമേ, എൻ്റെ പൊന്നിർഫാനെ ഞാൻ എത്ര വട്ടം അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒഫീഷ്യൽ ലെറ്റർ പ്ലസ് റെസ്യൂമേ എന്നുള്ളത് അതിൻ്റെ ഫോർമാറ്റ് വരച്ച് ഞാൻ മടുത്തതാണ്. ബട്ട് സ്റ്റിൽ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ദെൻ ഫ്രോയോ ഫാക്ട്, ഹലോ അപ്പം തെസ്നിയാണ്. താങ്ക് യു മിസ്. മിസ്സിൻ്റെ നെയിം എന്താ? താങ്ക് യു. അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അടിപൊളി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഓക്കെ ഞാൻ മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളിയാക്കാം. ഒന്ന് തീരുന്നില്ല മിസ് സെബ. യെസ്. അപ്പോൾ അത്രയും സമയം എന്ന് പറയുന്നത് എനിക്കൊന്ന് റെസ്റ്റ് കിട്ടിയ ടൈമായിരുന്നു നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴത്തേക്കുള്ളത്. ഓക്കെ അടിപൊളി. എന്തായാലും നമ്മുടെ കമൻറ്റ് സെക്ഷനും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആൻഡ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ, നിങ്ങൾ +2 സ്റ്റുഡൻസിന് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അതിൻ്റെ രീതി മാറും. കാരണം ഒരു പോയം തന്നിട്ട് ആ പോയം ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ പോയം ദാറ്റ് യു ഹാവ് ഓൾറെഡി ലേൺ. ആ ഒരു പഠിച്ചിട്ടുള്ള പോയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയം തന്നിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ഉറപ്പായിട്ട് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിക്കുക. ഓർത്തോണം. ഓക്കെ യെസ്. ഇവിടെ തന്നിരിക്കുന്നത് ക്വയറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയാണ്. സ്റ്റോൺ വോൾ സീം gathered not by men but by some older foes, as if the hills had driven them in slow flocks from the grass. And since the heavy boulders come of low and ancient birth, they never learned the will of men to stand aloof from earth, but peacefully disintegrate under the orchard boughs and up and down the pastures beside the dozing cows. എലിസബത്ത് ബോമിൻ്റെ ക്വയറ്റ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. And this poem is something related to the poem that we have already learned, and the poem is Mending Walls by Robert Frost. ഇതിനെ വെച്ചിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ഇവിടെ ക്ലാസ്സും കൂടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഇവിടെ എക്സാമ്പിൾ തന്നേക്ക് നോക്കിക്കേ. In Mending Wall, Robert Frost talks about how walls between neighbors can fall apart over time. He questions why they are needed when their crops like apples and pines don't bother each other. The neighbor insists that good fences make good neighbors, teaching a lesson. ഇവിടെ ഈ ഒരു പോയത്തിൽ വന്നപ്പം the poem uses simple words of vividly picture to show a deeper truth. Another poem is Quiet Morning by Elizabeth Baum, also talks about walls made of stones. It says the stones want to be part of the earth, not separated by it from humans. And both poems start happily but end with a lesson. And what is that lesson? Mending Wall is more fun and exciting because it has humor and drama. So compare and contrast എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ രണ്ടിൻ്റെയും സമ്മറി പറയുക. And your appeal, like what did you understand from this poem? What is the poem? Then who is the poet? What did you understand from this poem? What is the summary of this poem?
poem, how these two poems അല്ലെ connect each other, what is the main theme തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് യുവർ ജനറൽ വ്യൂ പോയിന്റ്, നിങ്ങൾക്ക് ഈ ഒരു പോയം എത്രത്തോളം അപ്പീലിംഗ് ആയിട്ട് തോന്നി, യുവർ വ്യൂ പോയിന്റ് ആൻഡ് വിച്ച് ഇസ് മോർ ക്ലോസ് ടു യുവർ ഹാർട്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഇത് തന്നിരിക്കുന്നതാണോ ഓൾറെഡി പഠിച്ചതാണോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റും കൂടെ എഴുതുകയാണെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷനും സെറ്റാണ്. ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും പ്ലേസ് എവിടെയാണ്? അടിപൊളി. അതെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്കല്ലേ ഇതുപോലുള്ള ഫൺ പാർട്ടും കൂടെ ഇറക്കുന്നത് കമന്റ് സെക്ഷനിൽ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. ദെൻ you have come to know that your close friend is having severe toothache. And from 4 sets of suggestions you would make before him or her, you may use expressions like, I think you should, if I were you, would you like, perhaps you could, I would like to suggest to. അതായത് ഒപ്പീനിയൻസ് കൊടുക്കുക, സജഷൻസ് കൊടുക്കുക. ഇതുമല്ലെങ്കിൽ ഡു ഓർ ഡോൺസ് വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് 2 to 4 മാർക്സ് ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. എത്രയാണ് ആർഗ്യുമെന്റ്സ് ചോദിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് മാർക്സ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ. സോ ടൂത്തേക്ക് ആണ് അവസ്ഥ. അതായത് ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ആയിട്ട് ഒരു ചിന്ന കണക്ഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. സജഷൻസ്, ഒപ്പീനിയൻസ്, ഡൂസ് ഓർ ഡോൺസ് യൂസ് ചെയ്തിട്ട് സ്ഥിരം വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് 2 to 4 മാർക്സിന്റെ. ഓർത്തോണേ. I think you should immediately keep some salty warm water in your mouth as it will reduce your pain. ഇവിടെ I think എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെ if I were you, I would then go to a dentist. ഇപ്പം ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിലും ഞാൻ എപ്പോഴേ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയേനെ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. യു കുഡ് ബിഗിൻ വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് I think you should അങ്ങനെ തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സെന്റൻസ് മാറ്റിയിട്ടുള്ളത്. Would you like to have some water, warm drink or take some പെയിൻ കില്ലേഴ്സ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്തെങ്കിലും ഒരു പെയിൻ കില്ലേഴ്സ് വേണമെന്നുണ്ടോ അല്ലേ? പെർഹാപ്സ് യു കുഡ് ടേക്ക് എ പാനഡോൾ ടു സപ്രസ് യുവർ പെയിൻ ഫോർ ദ ഫസ്റ്റ് ടൈം ബീങ് ടിൽ യു മീറ്റ് ദ ഡോക്ടർ. നിങ്ങൾക്ക് ഒരു ഡോക്ടറിനെ കാണുന്നത് വരെ അറ്റ്ലീസ്റ്റ് നിനക്ക് ഇതൊന്ന് കഴിച്ചൂടെ? സോ ദിസ് ഈസ് ദ വേ യു ക്യാൻ ഗീവ് സജഷൻസ് ഓർ ഒപ്പീനിയൻസ് ടു യുവർ ഡിയർ മേറ്റ്സ്. ഓക്കെ. സോ ഈ ഒരു രീതിയിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മിസ് നെയിം പറഞ്ഞില്ല. മൈ നെയിം ഇസ് മാളവിക ആൻഡ് യൂഷ്വലി മൈ കിഡ്സ് കോൾ മീ MK. നിങ്ങൾ പലരും എന്നെ MK എന്നല്ലേ വിളിക്കുന്നത്. സിന, നീ ആദ്യമായിട്ടാണോ എൻ്റെ പേര് കേൾക്കുന്നത്? യു നോ റൈറ്റ്? യെസ്. Then read the following lines from the poem Rice. I will reach home in good time at last, just as my mother drains the well-cooked rice. This is better money. What good times? How is the expression good times used in the above two contexts? Substantiate your answer. അപ്പോൾ മനസ്സിലായി, സാറ്ററിക്കൽ എലമെന്റ്സ് മാത്രമല്ല ലൈൻസ് തന്നിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റുമല്ലേ? ചെമ്മനം ചാക്കോയുടെ റൈസ് ഈ ഒരു +2 സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയം തന്നെയാണ് ചെമ്മനം ചാക്കോയുടെ റൈസ് എന്ന് പറയുന്നത്. സാറ്ററിക്കൽ പോയമാണ്, ഐറണിയാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ്. ഓക്കെ. യെസ്. The phrase good times has 2 meanings in the poem. Firstly, it refers to reaching home soon or promptly without delay. The son studying in North India longs for his mother's well-cooked rice and hopes to return home quickly to enjoy it. Secondly, good times signifies prosperity and abundance of money. The people in this village have switched from rice cultivation to cash crops in pursuit of better financial times. So, ആ പോയറ്റ് പറയുന്ന ആ ഒരു നല്ല കാലം ഏതാണ്? അദ്ദേഹം വളരെ നാച്ചുറൽ ആയിട്ട് ആ ഒരു ഓർഗാനിക് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഒരു മെമ്മറീസ് അല്ലെ, ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസിനാണ് ഗുഡ് ടൈംസ് എന്ന് പറയുന്നത്. പക്ഷെ പോയത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് ഗുഡ് ടൈംസ് വിൽ ബി ഏബിൾ ടു ഫേസ് ദിസ് ഗുഡ് ടൈംസ് എന്ന് പറയുന്നത് അവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്ന ഒരു സുഖമുള്ള ഒരു ലൈഫാണ് വരുന്നത്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ക്ലോസ് ടു അവർ ഹാർട്ടും ഫിനാൻഷ്യൽ സെറ്റിൽമെന്റ് ബെസ്റ്റ് ആകുന്ന ആ ഒരു പാർട്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് ഈ 2 ഗുഡ് ടൈംസ് എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. യെസ്. സോ അതാണ് ഇന്നത്തെ കമന്റ് സെക്ഷനിൽ എല്ലാവരും നമ്മുടെ ഫിറ്റ്നസ് ടീമും റോബോട്ടും സെബയും ദസ്നി അല്ല സെബയാണ്. എല്ലാവരും മനസ്സിലാക്കിക്കോ. ക്ലാസ് ഇതാ കഴിഞ്ഞു മക്കളെ. സോ മെയിൻ ആയിട്ട് യൂണിറ്റ് 1, 2, 3, 4, 5 ഇതുവരെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത പോർഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അയ്യോ കഴിഞ്ഞോന്ന്? യെസ് ബാൻ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇന്നത്തെ കോട്ട കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഇത്രയും മതി. ഇനി കുറച്ച് പോയി റെസ്റ്റ് എടുത്തോളൂ. മിസ്സും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. സൗണ്ടിന് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. സോ ആസ് ഐ ടോൾഡ് യു, ഹായ് മിസ്സേ ആൽഫ. എങ്ങനെ സാധിക്കുന്നതാവേ? ഞാൻ 6:30 തൊട്ട് ഇവിടെ ഇരുന്ന്
ഇത്രയും പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ഇത് ആൽഫയുടെ ഹായ് എന്നുള്ളത്. ടൈം മാറിപ്പോയതാണോ? നമ്മുടെ മിനി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30-ക്കാണ്. ഇനി മുതൽ കറക്റ്റ് ടൈമിൽ വരണം കേട്ടോ. 6:30-ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സിലേക്ക് മാക്സിമം എത്തിക്കുക. ഓക്കെ. 9 വരെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വേറെയല്ലേ, വേറെയും പലതല്ലേ ഡിസ്കസ് ചെയ്യുന്നത്, ക്ലാസ് മാത്രമാണോ? അതുകൊണ്ടൊരു ചിന്ന പ്രതിഷേധം. 8:30 ആയപ്പോൾ ഞാൻ നിർത്താനായിട്ട് പോവാം. ഒരു കാര്യം പറയട്ടെ, അപ്പോൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്? നമ്മുടെ യൂണിറ്റ് 1 തൊട്ട് 5 വരെ, അതായത് ദ 3 L's ഓഫ് എംപവർമെന്റ് തൊട്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ് വരെ ഇതുവരെ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത തീംസ് യൂസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. യൂഷ്വൽ ക്ലീഷേ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനും ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ. ദെൻ ഇനി വരുന്ന എക്സാം അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സിലും എന്താണ് മെയിൻ ആയിട്ട് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിന്, കാരണം ഉണ്ണിക്കുട്ടനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചില ചാപ്റ്ററിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽപ്പ് വേണ്ടുന്നതായിട്ടുണ്ടാകും. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ, ഈ ഒരു ലൈവ് സെഷനിലല്ല, കാരണം ഇതുപോലെ മെസ്സേജസ് വരുമ്പോൾ പലതും ഞാൻ വിട്ടുപോകും. ഇനി എന്നാ അടുത്ത ക്ലാസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കും കേട്ടോ. കറക്റ്റ് ദിവസം ടൈം ടേബിളിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓക്കെ. ഇനി എന്നാ ഇംഗ്ലീഷ് ക്ലാസ്? ഉണ്ണിക്കോട്ടാ, ഞാൻ ക്ലാസ് ഉറപ്പായിട്ടും നമ്മുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. രാവിലെ വെച്ചാലോ? രാവിലെ വെക്കുന്ന ക്ലാസ് എന്നാണ്? ബൂസ്റ്റർ ക്ലാസ് ആണുള്ളത്. എക്സാമിൻ്റെ അന്നേ ദിവസം രാവിലെയാണ് ബൂസ്റ്റർ ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓക്കെ, എവിടെ ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പെട്ടെന്ന് പറയുകയൊക്കെ ചെയ്തേ. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അതേപോലെ തന്നെ ഏതൊക്കെ ലൈക്ക് ചിലവർ പറഞ്ഞു ഗ്രാമർ സെക്ഷൻ വേണമെന്ന്, ചിലർ പറഞ്ഞു റിപ്പോർട്ടഡ് സ്പീച്ച് വേണമെന്ന്, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. കാരണം എല്ലാ ടീച്ചേഴ്സും അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ലൈവ് അത്രയും പ്രൊഡക്റ്റീവ് ആക്കാനായിട്ടും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് ഡു ലെറ്റ് us know about the things that you need എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദെൻ അത്രയാണ് അപ്പം ഇന്നത്തെ കാര്യം. എല്ലാവരും സെറ്റാണല്ലോ? അപ്പോൾ ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിന് മുന്നേ നിങ്ങൾ ബൈ പറഞ്ഞു പോകുന്നതിന് മുന്നേ എന്താണ് നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സും കൂടെ കമൻറ്റ് സെക്ഷനിൽ കൂടെ അറിയിക്കുക കേട്ടോ. ആൻഡ് 6:30 PM നെക്സ്റ്റ് ക്ലാസ് 6:30 PM കറക്റ്റായിട്ട് എത്തിക്കൊള്ളുക. ഓക്കെ. ദെൻ ബൈ ഡിയേഴ്സ്. ഗുഡ് നൈറ്റ്. ബൈ.